ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ടോട്ടൽ 71 വാക്യങ്ങളാണുള്ളത്. 4 സബ് ഹെഡിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ 2 സബ് ഹെഡിങ്സും യേശു പ്രവർത്തിച്ച വളരെ വലിയ 2 അത്ഭുതങ്ങളാണ്. ഒന്നാമത്തെ സബ് ഹെഡിങ് എന്ന് പറയുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നു. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ യേശു ആക്ച്വലി എവിടെയാണ്? നമ്മുടെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു യേശു ഒരു തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജെറുസലേമിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. 38 വർഷമായിട്ട് തളർവാദം ബാധിച്ചൊരു രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. അതിനോട് ചേർന്ന് വന്ന യേശു പറഞ്ഞ കാര്യങ്ങളും യഹൂദർ തിരിച്ചു പറഞ്ഞ കാര്യങ്ങളും യേശു തൻ്റെ അധികാരവും സാക്ഷ്യവും ഒക്കെ വെളിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. സോ ജെറുസലേമിൽ നിന്ന് യേശു അങ്ങോട്ടേക്ക് പോവുകയാണ്. ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ മതപരമായിട്ട് പണ്ഡിതന്മാരുടെ സ്ഥലങ്ങളിൽ നിന്ന് ജനസംഖ്യ വളരെയധികം കുറഞ്ഞ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള വലിയ അറിവോ ജ്ഞാനമോ ഒന്നുമില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് യേശു പോവാണ്. അപ്പോൾ എന്താണ്, വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജെറുസലേമിൽ നിന്ന് അധികം പോപ്പുലേഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് യേശു പോവാണ്. ഒപ്പം പ്രതാപശാലികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് സാധാരണ ആളുകളുടെ ഇടയിലേക്ക് യേശു പോവുകയാണ്. യേശുവിൻ്റെ മിനിസ്ട്രി അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ ആ ഒരു ഫോക്കസ് യേശു ഷിഫ്റ്റ് ചെയ്യുകയാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് യേശു പോകുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഗലീലി കടലിൻ്റെ മറുകരയിലേക്കാണ് യേശു പോയത്. ഇവിടെ ഗലീലി കടലിന് മറ്റൊരു പേര് പറയുന്നുണ്ട്, തിബേരിയാസ്. ഈ ഗലീലി എന്നറിയപ്പെടുന്നത് ശരിക്കും യഹൂദന്മാരുടെ ഇടയിലാണ്. റോമാക്കാരുടെ ഇടയിൽ ഈ കടലിന് നമ്മൾ വിളിക്കുന്നത് തിബേരിയാസ് എന്നാണ്. അപ്പോൾ ഇതിനർത്ഥം യോഹന്നാൻ സുവിശേഷകൻ ഈ സുവിശേഷം എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രം മനസ്സിലാകാനായിട്ടല്ല. ഓക്കെ, എല്ലാ ജനതകൾക്കും അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ യോഹന്നാൻ ഈ സുവിശേഷം രചിച്ചിരിക്കുന്നത്. അതിനൊരു തെളിവാണ് തിബേരിയസ് എന്ന് കൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന് എഴുതിയിരിക്കുന്നത്. കാരണം ഗലീലി എന്നറിയപ്പെടുന്നത് യഹൂദരുടെ ഇടയിലാണ്, എന്നാൽ മറ്റു റോമക്കാരുടെ ഇടയിൽ അത് അറിയപ്പെടുന്നതോ തിബേരിയാസ് എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. കാരണം പണ്ടുണ്ടായിരുന്ന ഒരു റോമ രാജാവിൻ്റെ പേരാണ് തിബേരിയസ് സീസർ. അദ്ദേഹത്തോടുള്ളൊരു ആദരസൂചകമായിട്ടാണ് ഈ ഒരു കടലിന് ആ ഒരു പേര് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ഈ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണമാണ് പറയുന്നത്. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. അടയാളങ്ങൾ കണ്ടുകൊണ്ടിട്ടാണ് ഈ ജനങ്ങളെല്ലാം യേശുവിനെ അനുഗമിച്ചിരുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത്. യേശു രോഗികളിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടതുകൊണ്ടിട്ട് മാത്രമാണ്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടിട്ട് മാത്രമാണ്. അല്ലാതെ ഈ നിൽക്കുന്നത് മിശിഹായാണെന്നോ ദൈവപുത്രനാണെന്നോ മനസ്സിലാക്കിക്കൊണ്ടല്ല അവരാരും യേശുവിനെ അനുഗമിച്ചത്. മറിച്ച് അടയാളങ്ങൾ കണ്ടുകൊണ്ടിട്ട്. ആരിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ? രോഗികളിൽ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ടാണ് ഇവരെല്ലാവരും യേശുവിനെ അനുഗമിച്ചത്. ഒരു വലിയ ജനക്കൂട്ടമായിരുന്നു യേശുവിനെ അനുഗമിച്ചത്. 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലോസ് കമ്മ്യൂണിറ്റി കാണാം. യേശുവും യേശുവിന് വേണ്ടപ്പെട്ട ശിഷ്യന്മാരോട് കൂടെ യേശു എന്ത് ചെയ്തു? മലമുകളിൽ ഇരിക്കുകയാണ്. ആൻഡ് ഈ ബൈബിളിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും, മലമുകൾ അല്ലെങ്കിൽ ഒരു മല എന്ന് പറയുന്നത് എപ്പോഴും വെളിപാട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ വലിയ റബ്ബിമാർ നമ്മളെ പഠിപ്പിക്കാനായിട്ട് എടുക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അതാണ് ഈ മലയുടെ പ്രത്യേകത. ബൈബിളിലുടനീളം ഇത്തര സന്ദർഭങ്ങളിലാണ് നമുക്ക് മല കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വലിയൊരു കാര്യമുണ്ട്, മലയിൽ പ്രാർത്ഥനയുടെ സ്ഥലമാണ്. കാരണം യേശു പ്രാർത്ഥിക്കുന്നതും ഇതുപോലെയുള്ളൊരു വിജന സ്ഥലങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ മലമുകളിലായിരിക്കും. ഓക്കെ, നമ്മൾ പല സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മലയ്ക്ക് വലിയൊരു പ്രത്യേകത ബൈബിളിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു, പഠിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം. 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യഹൂദരുടെ പെസഹ തിരുനാൾ
അടുത്തിരുന്നു. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണിത്. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. നമ്മൾ പറയില്ലേ, യേശുവിൻ്റെ പരസ്യ ജീവിതം ഏകദേശം 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. 33-33.5 വയസ്സിൽ യേശു മരിക്കുകയാണ്. യേശുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കി യേശു ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 33 അല്ലെങ്കിൽ 3.5 വർഷം യേശു ഈ മിഷനിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്? അത് തീർച്ചയായിട്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യേശു തൻ്റെ പരസ്യ ജീവിതം 30-ാം വയസ്സിൽ ആരംഭിക്കുന്നത് മുതൽ 3 പ്രാവശ്യം യോഹന്നാൻ സുവിശേഷകൻ പെസഹ തിരുനാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മൾ ഓൾറെഡി കണ്ടു. അതേതാണ്? നമ്മുടെ 2-ാമത്തെ അധ്യായത്തിൽ യേശു പെസഹ തിരുനാളിന് വരുന്നതും ശുദ്ധീകരണം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു. 2ാമത് നമ്മൾ കാണുന്ന സ്ഥലമാണ് ഈ 6-ാമത്തെ അധ്യായം 4-ാം വാക്യം. ഇതുപോലെ 3ാമത് നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം ഒരു 11-ാം അധ്യായം എത്തുമ്പോഴത്തേക്കും 3-ാം പ്രാവശ്യം യേശു പെസഹ ആഘോഷിക്കാൻ പോണതും നമ്മൾ കാണുന്നുണ്ട്. അപ്പം 3 വർഷങ്ങൾ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ 3 വർഷങ്ങളാണ് ആ കാണിക്കുന്നത്. എന്തായാലും പെസഹ തിരുനാൾ വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ട് 3 വർഷങ്ങളാണ് ആ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു ഏകദേശം ഒരു 3-3.5 വർഷക്കാലം തൻ്റെ പരസ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഇപ്പോൾ മലമുകളിൽ നിൽക്കുകയാണ്. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ എന്താ കണ്ടത്? വലിയൊരു ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നതാണ് യേശു കണ്ടത്. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? എന്തുകൊണ്ടാണ് യേശു പീലിപ്പോസിനോട് ഇത് ചോദിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജോഗ്രഫി ഒന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മുടെ ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിൽ നിന്ന് യേശു എങ്ങനെയാണ് ഗലീലിയുടെ അടുത്തേക്കാണ് പോയത് അല്ലെ? ഗലീലി കടലിൻ്റെ അടുത്തെത്തി ഇവിടെ നിന്ന് മറുകരെ പോയി എന്നാണ് പറയണേ. എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ആരുള്ളത്? ഇപ്പോൾ യേശു ഉള്ളത്. ഇനി ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. നോക്കിയേ, ഗലീലി കടലിൻ്റെ ഈ സ്ഥലത്താണ് ബെത്സൈദ സ്ഥിതി ചെയ്യുന്നത്. ബെത്സൈദ ആരുടെ ഹോം ടൗൺ ആണ്? പീലിപ്പോസിൻ്റെ ഹോം ടൗൺ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് ആ കൂട്ടരിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും നല്ലോണം അറിയാവുന്നത് ആർക്കാണ്? പീലിപ്പോസിനാണ്. കാരണം അത് ആരുടെ സ്ഥലമാണ്? പീലിപ്പോസിൻ്റെ സ്വന്തം സ്ഥലമാണ്. മനസ്സിലായോ? പീലിപ്പോസ് അവിടെയാണ് ജനിച്ചതും വളർന്നതും ജോലി ചെയ്തതും ഒക്കെ. അപ്പോൾ പീലിപ്പോസിനാണ് ആ സ്ഥലത്തിനെ കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള അറിവുള്ളത്. എവിടെയാണ് മാർക്കറ്റ് എന്നുള്ളതും എവിടെയാണ് അപ്പം ലഭിക്കുക എന്നുള്ളതും അപ്പം എങ്ങനെ ഇവിടെ എത്തിക്കുക എന്നുള്ളതും ആർക്കാണ് ഏറ്റവും നല്ലോണം അറിയാവുന്നത്? പീലിപ്പോസിനാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് റബ്ബിയായ യേശു പീലിപ്പോസിനോട് തന്നെ ചോദിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് അപ്പം കൊടുക്കുന്നത്, എവിടെ നിന്നാണ് അപ്പം വാങ്ങിക്കുന്നത് എന്നൊക്കെ. ഓക്കെ, അല്ലാതെ യേശു റാൻഡമായിട്ട് ഒരാളെ ചൂസ് ചെയ്തതല്ല. അതിനൊരു കാരണമുണ്ട്. അതാണ് ഈ കാരണം. ബെത്സൈദ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് യേശു ഒക്കെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സോ അവിടുത്തെ ആ ഒരു ജോഗ്രഫീനെയും അവിടുത്തെ ലോജിസ്റ്റിക്സിനെയും കുറിച്ച് അറിയാവുന്നത് ആർക്കാണ്? ഡെഫിനറ്റായിട്ട് അത് പീലിപ്പോസിനാണ്. പീലിപ്പോസിനോട് ചോദിച്ച ചോദ്യം നമുക്കൊന്നും കൂടി നോക്കാം. ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക കടമയാണ്. സോ നമ്മൾ ഇവർക്ക് എവിടെ നിന്നാണ് അപ്പം വാങ്ങിക്കുക എന്നുള്ളതാണ് യേശു പീലിപ്പോസിനോട് ചോദിക്കുന്നത്. അപ്പം എന്തുകൊണ്ടിട്ടായിരിക്കും യേശു ഇങ്ങനെ ചോദിക്കുക? യേശു ഒന്നുമില്ലെങ്കിലും ദൈവപുത്രനാണ്. യേശുവിനറിയാം ഇവർക്കുള്ള അപ്പം ഒരു മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു ജനാവലിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ യേശുവിനറിയാം എന്താ ചെയ്യേണ്ടതെന്നും എവിടെ നിന്നാണ് അപ്പം വരുത്തേണ്ടതെന്നും ഒക്കെ യേശുവിനറിയാം. പക്ഷേ എന്തുകൊണ്ടിട്ടായിരിക്കും യേശു ആ ചോദ്യം ചോദിച്ചത്? അതിനുള്ള ഉത്തരമാണ് 6-ാമത്തെ വാക്യം. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. യേശു മനഃപൂർവ്വം ചോദിച്ചത് പീലിപ്പോസിനോട്. അവൻ എങ്ങനെ ചിന്തിക്കും? അവൻ യേശുവിൽ പ്രത്യാശ വയ്ക്കുമോ? അവൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട്? അവന് മാത്രമല്ല, അവൻ ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും വിശ്വാസമാണ് ചെക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും ആ ഒരു സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് യേശു ടെസ്റ്റ് ചെയ്യുന്നത് അവരെ. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. കണ്ടോ, യേശു എല്ലാം നേരത്തെ മനസ്സിൽ മുൻകൂട്ടി ദൈവത്തിൻ്റെ ആ ഒരു കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ഹിതം യേശു നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. ഇത്രയും ജനതകൾക്ക് എങ്ങനെയാണ് അപ്പം കൊടുക്കേണ്ടതെന്ന് യേശുവിന് നല്ലോണം മനസ്സിലറിയാം. പക്ഷേ യേശു ആ ചോദ്യം ചോദിച്ചത് എന്തിനാണ്? അവരെ ടെസ്റ്റ് ചെയ്യാനാണ്. അതിൽ ഒരാളെ മാത്രമാണ് യേശു എടുത്തു ചോദിച്ചത്. അതാരാണ്? പീലിപ്പോസാണ്. പീലിപ്പോസിനെ എന്തുകൊണ്ടിട്ടാണ് വിളിച്ചതെന്നും നമുക്കറിയാം. ഓക്കെ, അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. നോക്കിയേ,
യേശുവിൻ്റെ ആ ചോദ്യത്തിന് പീലിപ്പോസ് ഒരു മാനുഷികമായിട്ടുള്ള രീതിയിലാണ് ഉത്തരം പറയുന്നത്, അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള പരിമിതികളാണ് പീലിപ്പോസ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും യേശു ഇതിനു വേണ്ടി തന്നെയാണ് ശിഷ്യന്മാരിൽ ഒരുത്തനായിട്ടുള്ള പീലിപ്പോസിനോട് ചോദിക്കുന്നത്. അവരുടെ ഫോക്കസ് മാറ്റണം. കാരണം അവരിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മാനുഷികമായിട്ടുള്ള പരിമിതികളിലാണ്. അതിൽ നിന്ന് അനന്തമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഒരു കൃപ, അല്ലെങ്കിൽ ദൈവം നൽകുന്ന വലിയൊരു വറ്റാത്ത അനുഗ്രഹമുണ്ട് അല്ലേ, അല്ലെങ്കിൽ വലിയൊരു റിസോഴ്സ് ഉണ്ട്, അതിലേക്ക് ഇവരുടെ ഫോക്കസ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ചോദ്യം അവരോട് മനഃപൂർവ്വം ചോദിക്കുന്നത്, അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പീലിപ്പോസ് ആ ട്രാപ്പിൽ വീഴുന്നുണ്ട്. പീലിപ്പോസ് എന്താ പറയുന്നത്? മാനുഷികമായിട്ടുള്ള പരിമിതികളാണ് പീലിപ്പോസ് അവിടെ എടുത്തു പറയുന്നത്. എന്താ പറഞ്ഞത്? ഓരോരുത്തർക്കും, ഈ കണ്ട ജനാവലികളിൽ ഓരോരുത്തർക്കും ഇച്ചിരി വീതം, അല്പം വീതം. അല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം എന്താണ്? അവരുടെ വിശപ്പ് കെടോ? ഇല്ല. അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് സർവൈവ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നിമിഷത്തെ വിശപ്പൊന്ന് അടക്കാം. മറിച്ച് ആ വിശപ്പ് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പം അല്പം വീതം കൊടുക്കുവാൻ എത്ര വേണം? 200 ദനാറയ്ക്കുള്ള, ഒരു ദനാറയുടെ തൂക്കം എന്ന് പറയുന്നത് 5.7 ഗ്രാമാണ്. അപ്പം 200 ദനാറയ്ക്കുള്ള അപ്പം തികയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 200 ദനാറ എന്ന് പറയുന്നത് അന്ന് ഈ ബെത്സൈദ റീജിയനിലുണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു ആവറേജ് മനുഷ്യൻ്റെ 8 മാസത്തെ കൂലിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്നുള്ളത്. നമുക്ക് ആകെ പുരുഷന്മാരുടെ എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എങ്ങനെ പോയാലും ഒരു 10, 15,000, 16,000 വരുന്ന ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് കൊടുക്കേണ്ട 200 ദനാറ എന്ന് പറയുന്നത് അന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു ശരാശരി മനുഷ്യൻ്റെ 8 മാസത്തെ ശമ്പളമാണ്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു തുകയ്ക്ക് അപ്പം വാങ്ങിച്ചാൽ പോലും നമുക്ക് തികയില്ല. അത്രമാത്രം ജനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പീലിപ്പോസ് ആ ഒരു എന്താ പറയുക, മാനുഷികമായിട്ടുള്ള പരിമിതികളാണ് യേശുവിൻ്റെ മുന്നിൽ നിരത്തുന്നത്. ഈ പീലിപ്പോസ് നോക്കുന്നത് മൊത്തം ഒരു മാനുഷികമായിട്ടുള്ള ലെൻസിൽ കൂടിയാണ്, അല്ലാതെ ഈശോയുടെ, ദൈവപുത്രൻ്റെ ലെൻസിൽ കൂടി നോക്കാനായിട്ട് ശിഷ്യന്മാർ ആ സമയത്ത് പ്രാപ്തരായിട്ടില്ല. ഇത്രയും അത്ഭുതങ്ങൾ കണ്ടു, ഇത്രയും നാൾ യേശുവിൻ്റെ കൂടെ നടന്നു, യേശു പഠിപ്പിച്ചതൊക്കെ ഫസ്റ്റ് ഹാൻഡായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരായിട്ട് പോലും അവർക്ക് അതിൻ്റെ ആ ഒരു ലെൻസിൽ കൂടി, ദൈവികമായിട്ടുള്ള ലെൻസിൽ കൂടി കാര്യങ്ങൾ നോക്കാനായിട്ട് അവർ പ്രാപ്തരായിട്ടുണ്ടായില്ല ആ സമയത്ത്. 8ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു. അപ്പോൾ അടുത്തത് ആരാ വരുന്നത്? ശിമയോൻ പത്രോസിൻ്റെ സഹോദരനായിട്ടുള്ള അന്ത്രയോസ്. ഈ അന്ത്രയോസിനെ ആദ്യം നമ്മൾ പരിചയപ്പെടുമ്പോൾ അന്ത്രയോസിൻ്റെ സഹോദരനാണ് ശിമയോൻ എന്നും പറഞ്ഞാൽ പരിചയപ്പെടണേ. ഇപ്പം എന്തായി? യേശുവിൻ്റെ കൂടെ നിന്ന് ശിമയോന് അന്ത്രയോസിനെക്കാളും ഒരുപടി മുകളിലേക്ക് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ശിമയോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അന്ത്രയോസിന് ആദ്യമായിട്ട് ശിഷ്യനാക്കുന്ന സമയത്ത്, യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യനാരാ? അന്ത്രയോസാണ്. അപ്പോൾ അന്ത്രയോസ് ആദ്യത്തെ ശിഷ്യനാവുന്ന സമയത്ത് അന്ത്രയോസ് നേരെ ചെന്ന് പത്രോസിനോട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ മിശിഹായെ കണ്ടു, നീയും വന്ന് മിശിഹായെ കാണണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പത്രോസിനെ പരിചയപ്പെടുത്തുന്നത് അന്ത്രയോസിൻ്റെ സഹോദരൻ എന്നും പറഞ്ഞാൽ. ഇപ്പം നോക്കിയേ, അന്ത്രയോസിനെ പരിചയപ്പെടുത്തുന്നത് ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ എന്നും പറഞ്ഞാണ്. ആൻഡ് 9ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ കാണാം, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്, എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? നോക്കിയേ, ഈ അന്ത്രയോസ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ള മനുഷ്യരെ ഈശോയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം നമ്മൾ എന്താ കണ്ടത്? സ്വന്തം സഹോദരനായിട്ടുള്ള പത്രോസിനെ കൊണ്ടുവന്ന് ഈശോനെ പരിചയപ്പെടുത്തി കൊടുത്ത്, എൻ്റെ സഹോദരനാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത് പത്രോസ് വലിയ ശിഷ്യനായിട്ട് മാറി ഈശോയുടെ. ഇപ്പം നോക്കിയേ, ഒരു ബാലനെ കണ്ടുപിടിച്ച് ആ ബാലനെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ 2 ആൾക്കാർ തമ്മിൽ, അല്ലെങ്കിൽ യേശുവുമായിട്ട് മറ്റൊരാളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് എപ്പോഴും അന്ത്രയോസ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ത്രയോസ് വഴിയായിട്ട് അവിടെ ഒരു ബാലൻ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ആ ബാലൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? 5 അപ്പവും 2 മീനും. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബാർലി കൊണ്ട് ഉണ്ടാക്കിയേക്കണ അപ്പമാണ്. അപ്പോൾ ഈ ബാർലി എന്ന് പറയുന്നത് സാധാരണ പാവപ്പെട്ട ജനതകളുടെ ഭക്ഷണമാണ്. എപ്പോഴും ബാർലി എപ്പോഴും പാവപ്പെട്ട ജനതകളുടെ ഭക്ഷണമാണ്. അപ്പോൾ അതൊരു വലിയൊരു പോയിൻ്റാണ്, ബാർലി അപ്പം. ഇനി മീൻ എന്ന് പറയുന്നത്, ഈ അപ്പം എപ്പോഴും പ്ലെയിൻ ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന് എന്തെങ്കിലും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും വലിയ മീനൊന്നും ആയിരിക്കില്ല, നിസ്സാരപ്പെട്ട സാധാരണ കുഞ്ഞു മീനാണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്ലേവർ തന്നെ, ഈ ബ്രെഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ ചെറിയൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മീനിനെ. ആൻഡ് ഇത് എടുക്കുന്നത് ആരിൽ നിന്നാണ്? ഒരു കുട്ടിയിൽ നിന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സാമൂഹിക വിലയുള്ള ഒരു വ്യക്തിയല്ല ഒരു കുട്ടി എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് എന്താ പറയുക, ഒരു സമൂഹത്തിൽ അത്ര വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. സോഷ്യൽ സ്റ്റാറ്റസിൽ ഏറ്റവും താഴെപ്പെട്ടവരാണ് സ്ത്രീകളും കുട്ടികളും അല്ലേ? മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നതിൽ ഒന്നുമല്ല ഇവർ.
ഇവർക്ക് ഒരു രീതിയിലും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനായിട്ട് അന്നത്തെ കാലത്ത് സാധിക്കില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് ഒരിക്കലും ഈ കുട്ടികൾക്ക് ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. നോക്കിയേ, യേശു തൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാർലി അപ്പം, അതും 5 എണ്ണം, സാധാരണ മീൻ കഷ്ണങ്ങൾ, ഒപ്പം ഒരു കുട്ടി. ഏറ്റവും വീക്കായിട്ടുള്ള, മനുഷ്യൻ്റെ കണ്ണിലെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് യേശു വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ബലഹീനമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും യേശു തൻ്റെ ശക്തി വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്. അന്ത്രയോസ് തുടരുകയാണ്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? പെട്ടെന്ന് അന്ത്രയോസിലേക്ക് ആ മാനുഷികമായിട്ടുള്ള ആ ഒരു കൺഫ്യൂഷൻ വരികയാണ്, ആ ഒരു ഡൗട്ട് വരികയാണ്. എന്നാൽ ദൈവം എപ്പോഴും എന്താ പറയുക, വലുത് തനിക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈശോയിലൂടെ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നവർ ചിന്തിക്കുന്നില്ല. അവിടെയും മറ്റ് ശിഷ്യനായിട്ടുള്ള അന്ത്രയോസും എന്ത് തന്നെയാണ് കാണിക്കുന്നത്? ഒരു മാനുഷികമായിട്ടുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? ഇപ്പോൾ പീലിപ്പോസിനെ പോലെ തന്നെ അന്ത്രയോസും സംശയം പ്രകടിപ്പിക്കുകയാണ്. അന്ത്രയോസിൻ്റെ ഈ സംശയം കേട്ട് യേശു ഒരിക്കലും ഒരു എക്സ്പ്ലനേഷൻ അന്ത്രയോസിന് കൊടുക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് താൻ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്, യേശു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി താൻ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവാണ്, താൻ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഇത്രയും പേരുടെ വിശപ്പ് മാറ്റാൻ പോവുകയാണ്. അതൊന്നും യേശു അനൗൺസ് ചെയ്യുന്നില്ല. യേശു എന്താ ചെയ്തേ? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആരോടാ പറയുന്നത്? ശിഷ്യന്മാരോടാ പറയുന്നത്. നിങ്ങൾ ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. യേശു കമാൻഡ് ചെയ്യാണ്, ഓർഡർ ചെയ്യാണ്. അല്ലാതെ താൻ എന്താ പറയുക, ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോണേന്ന് അനൗൺസ് ചെയ്യോ, അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് ശിഷ്യന്മാരോട് എക്സ്പ്ലെയിൻ ചെയ്യോ, ഒന്നിനും യേശു നിൽക്കുന്നില്ല. യേശു ഒരു ഓർഡർ കൊടുക്കുകയാണ്, ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ഇനി ആ ഇരുത്താൻ പോകുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലേ. ഇത് നമ്മൾ എന്തുമായിട്ട് ഉപമിക്കുന്നത്? ഇടയനും ആടുകളും. അപ്പോൾ ഇടയൻ എപ്പോഴും ആടുകളുടെ ആ ഒരു വെൽബീയിങ്ങിനെ കുറിച്ച് വലിയൊരു ചിന്തയുണ്ടല്ലേ. അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം, അവർക്ക് എപ്പോഴും കംഫർട്ട് കൊടുക്കണം, അവരെപ്പോഴും കെയർ ചെയ്യണം എന്ന് ആർക്കുണ്ട്? ഇടയനുണ്ട്. ആ ഒരു ഉപമയിലൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു കൊണോട്ടേഷനാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു വാക്യം തരുന്നത്. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. അപ്പോൾ വളരെ പച്ചപ്പുള്ളൊരു സ്ഥലമായിരുന്നു, ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതെന്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്? നല്ല ഇടയനെയാണ് യേശുവിലൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ആടുകളുടെ ആ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് അത്രമാത്രം കെയർ ചെയ്യുന്ന ഒരു നല്ലൊരു ഇടയനെ. ഓക്കെ, 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 5000-ഓളം വരുന്ന പുരുഷന്മാർ, ഒപ്പം സ്ത്രീകൾ, ഏകദേശം ഒരു 10, 15,000, 16,000 ആളുകളുണ്ട്. ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഓർഡർ ചെയ്യുന്നത്, ഭക്ഷണത്തിന് ഇരുത്തുവിൻ. അവരും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുത്തുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെല്ലാം വളരെ ഓർഡറിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. ഒരാൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ അത്രമാത്രം ഒന്ന് ആലോചിച്ചേക്കാം. നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ, 1000 പേരുടെ പരിപാടി നടത്തുമ്പോഴുള്ള തിക്കും തിരക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആ സ്ഥാനത്താണ് ഒരു 10, 15,000 പേര് ഭക്ഷണത്തിനിരിക്കുന്നത്. ഒരു തിക്കും തിരക്കും അവിടെ അനുഭവപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ അത്രമാത്രം ഓർഡറിലാണ്. കാരണം ഇതൊക്കെ എവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്വർഗത്തിലിരുന്ന് ദൈവമാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അതാണ് അത്രമാത്രം ഓർഡറിലും ഒരു കൺഫ്യൂഷനോ ഡൗട്ടോ ഇല്ലാണ്ടാണ് ആൾക്കാരും ഇരിക്കുന്നത്, ശിഷ്യന്മാരത് റെഡിയാക്കുന്നത്. എല്ലാം കോർഡിനേറ്റ് ചെയ്തത് ശിഷ്യന്മാരാണ്. അവർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്നാലോചിച്ച് നോക്കിയേ, യേശുവിൻ്റെ വാക്ക് അതേപടി അനുസരിച്ചാൽ നമുക്കും ഇത് തന്നെയാണ്. നമ്മുടെ ലൈഫിനൊരു ഓർഡർ വരും, നമ്മുടെ ലൈഫിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമ്മുടെ ലൈഫിൽ ഡൗട്ട് ഉണ്ടാവില്ല. കാരണം അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? വളരെ ഓർഡർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, അത്രമാത്രം ചിട്ടയുള്ളൊരു മനുഷ്യനാണ്. 11-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. ആദ്യം എന്താ പറയണേ? യേശു അപ്പമെടുത്തു. യേശുവിൻ്റെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ അകത്തുണ്ട്. യേശു എന്ത് ചെയ്യാണ്? താൻ കൊടുക്കാൻ പോകുന്ന ഭക്ഷണ സാധനങ്ങൾ താൻ തന്നെ കൈകൊണ്ട് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് പരമാധികാരം കാണിക്കുകയാണ് യേശു. എന്ന് വെച്ചാൽ ഒരു സാധനം ഇനി യേശു പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോണേ, സൃഷ്ടിക്കാൻ പോണേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൃഷ്ടികർമ്മത്തിലെ യേശുവിൻ്റെ പങ്കാളിത്തം. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ ആ ഒരു പരമാധികാരം നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. യേശു ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കാൻ പോവാണ് ഇനി. ഓക്കെ, ആൻഡ് ഇവിടെ ഇനി യേശുവിൻ്റെ മനോഭാവം നമ്മൾ ശ്രദ്ധിക്കണം. ആകെ അവിടെ ഉള്ളത് എന്താണ്? 5 അപ്പവും 2 മീനുമാണ്. ഒന്നും ആവില്ല, പക്ഷെ ഉള്ളത് കൊണ്ട് യേശു ദൈവത്തിന് നന്ദി പറയാണ്.
നോക്കിയേ, കൃതജ്ഞതാസ്തോത്രം ചെയ്ത് തനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ, തനിക്കൊരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള ബേസ് യേശു തന്നിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി, തൻ്റെ ജീവിതത്തിൽ ഇത്രയെങ്കിലും തന്നല്ലോ എന്ന് മനസ്സിലാക്കി ആ തന്നതിന് യേശു ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ യേശു കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല. യേശു ഒരിക്കലും തൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് ദൈവത്തോട് ഒരു കംപ്ലയിൻറ്റും പറയുന്നില്ല, മറിച്ച് യേശു നന്ദിയാണ് പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? അവർക്ക് വിതരണം ചെയ്തു. യേശു തന്നെ വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. നോക്കി, അപ്പം കൊടുത്ത പോലെ തന്നെ മീനും ഇവിടെ നമ്മൾ നോക്കേണ്ടത് വേണ്ടത്ര നൽകി എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് എത്ര വേണോ അത്രയും കൊടുത്തു, അല്ലാതെ ഒരു റേഷ്യോയിലല്ല. ആണുങ്ങൾക്ക് ഒരാൾക്ക് 4 വീതം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരാൾക്ക് 3 വീതം, അങ്ങനെയല്ല കൊടുത്തത്. വേണ്ടത്ര നൽകി. ഒരു വ്യക്തിക്ക് എത്രയാണോ വേണ്ടേ അത്രയും നൽകി. അത്ര അബണ്ടൻസ് ആയിരുന്നു നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. 12-ാമത്തെ വാക്യം, അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. എന്താ പറഞ്ഞത്? അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ, ആർക്കും ഇനി അധികം ആവശ്യമില്ല, അല്ലെങ്കിൽ ആർക്കും ഇനി ഒരു കഷ്ണം പോലും ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരില്ലേ, അപ്പോൾ യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ, ഒന്നുപോലും വേസ്റ്റ് പോവാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. കാരണം താൻ പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫ്, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സാക്ഷ്യമായിരിക്കും ഈ ശേഖരിച്ച് വെക്കുന്ന ബാക്കി വന്ന കഷ്ണങ്ങൾ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ശേഖരിച്ച് വെക്കുമെന്ന് യേശു ആരോടാ പറയുന്നത്? ശിഷ്യന്മാരോട് പറയാണ്. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. എന്താണ്? 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു. അതടുത്ത ലൈനാണ്, അല്ലെങ്കിൽ അടുത്ത വാക്യമാണ്. ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? 5 ബാർലിയപ്പം കൊണ്ട് ഇത്രയും പേര് യേശു കഴിപ്പിച്ചു. എന്നിട്ടും മിച്ചം വന്നത് എത്ര കുട്ട നിറയുണ്ടായിരുന്നു? 12 കുട്ട നിറയുണ്ടായിരുന്നു. ഈ 12ന് വലിയ റെലവൻസ് ഉണ്ട് അല്ലേ? കാരണം യേശുവിൻ്റെ ആ ഒരു ആദിമസഭ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യേശു തിരഞ്ഞെടുത്തത് 12 അപ്പോസ്തലന്മാരെയാണ്. അതുപോലെ പഴയ നിയമത്തിൽ നമുക്ക് 12 ഗോത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ 12ന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ റെലവൻസ് ഉള്ളൊരു ഡിജിറ്റാണ്. അപ്പോൾ 12 കുട്ട നിറയെ, അത് വലിയൊരു സാക്ഷിയാണ്. യേശു പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ വലിയൊരു പ്രൂഫ് കൂടിയാണത്. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം? ജനങ്ങൾ പറയാണ്, അല്ലെങ്കിൽ യേശു പ്രവർത്തിച്ച് ഇത്രയും വലിയൊരു അത്ഭുതം, ഇത്രയും അബണ്ടൻസ് ആയിട്ടുള്ളൊരു അത്ഭുതം കണ്ടിട്ട് ജനങ്ങൾ പറയാണ് 14-ാമത്തെ വാക്യത്തിൽ, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ആരാണ്? ഇവനാണ്. അപ്പം ഇത്രയും വലിയ അത്ഭുതം, തങ്ങളുടെ വിശപ്പ് എന്നുള്ള ആ ഒരു വലിയ ഭൗതികമായിട്ടുള്ള ആ ഒരു കാര്യം നടത്തിക്കൊടുത്തു കഴിഞ്ഞ് ഇത്രയും ശേഖരിച്ച് മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം പറയാണ്, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. മോശ പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലേ പഴയ നിയമത്തിൽ? എന്താണ്? ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഉയർത്തും എന്ന് മോശ പണ്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോശ പറഞ്ഞതുപോലെ നമ്മളുടെ ലോകത്തിലേക്ക് വരാനിരുന്ന, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരാനിരുന്ന പ്രവാചകൻ ഇവനാണ്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ ഇവരിത് പറയുന്നത്? അല്ലെങ്കിൽ ഇവൻ മിശിഹായാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ പറയുന്നത്? അല്ല. അവരുടെ ആ ഒരു നെസസിറ്റി മീറ്റ് ചെയ്തു യേശു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അത്യാവശ്യം മീറ്റ് ചെയ്തു യേശു. എന്ത്? വിശപ്പ് എന്നുള്ള ആ ഒരു വലിയൊരു ആവശ്യത്തെ യേശു വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മീറ്റ് ചെയ്തത് കൊണ്ടിട്ടാണ് യേശുവിനെ അവർ വിശ്വസിച്ചത്. അല്ലാതെ യേശു യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അടയാളങ്ങൾ കണ്ടിട്ടാണ് അവർ വിശ്വസിച്ചത്. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. 15-ാമത്തെ വാക്യം പറയാണ്, അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. എന്താ പറയുന്നത്? അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ ഭാവിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ ചിന്തയിൽ അങ്ങനെ അവർ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഒരു നേതാവിനെയാണ്, അല്ലെങ്കിൽ ഒരു രാജാവ്, ഭൂമിയിൽ തങ്ങളെ ഭരിക്കുന്ന ഒരു രാജാവിനെയാണ്. അല്ലാതെ വരാനിരിക്കുന്ന രാജാവ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നും അവൻ ഒരു ഭൗതികമായിട്ടുള്ള രാജാവിൻ്റെ സവിശേഷതകളല്ല അവനെന്നും ഇവർ മനസ്സിലാക്കിയില്ല. ഇവരിപ്പോഴും ഒരു പൊളിറ്റിക്കൽ രാജാവിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരുടെ മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു രാജാവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ ജനം തന്നെ രാജാവാക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി യേശു എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? യേശു ഒരു മലയുടെ മുകളിലേക്ക്, പ്രത്യേകം നോട്ട് ചെയ്യുക, ഒറ്റയ്ക്കാണ് പോകുന്നത്. ശിഷ്യന്മാരാരെയും കൂട്ടുന്നില്ല. കാരണം ഇത് മനസ്സിലാക്കിയാലാണ് അടുത്ത അത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യേശു ഒറ്റയ്ക്ക് വലിയൊരു മലയുടെ മുകളിലേക്ക് പോവാണ്. ഇവിടെ എന്തുണ്ട്? ഗലീലി കടലുണ്ട്. ഓക്കെ, ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ മലമുകളിലുണ്ടോ?
ഇല്ല. ഈ ഒരു സീനിലാണ് ഒന്നാമത്തെ സബ് ഹെഡിങ് ആയിട്ടുള്ള അപ്പം വർദ്ധിപ്പിക്കുന്നു നിൽക്കുന്നത്. 15 വാക്യങ്ങൾ കേട്ടോ. രണ്ടാമത്തെ സബ് ഹെഡിങ് ആണ് വെള്ളത്തിന് മീതെ നടക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അത്ഭുതവും. 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 16ാമത്തെ വാക്യം നോക്കാം. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അപ്പോൾ വൈകുന്നേരം, ആ ഒരു അത്ഭുതത്തിൻ്റെ ആ ഒരു ടൈം സെറ്റ് ചെയ്യാണ് ഇവിടെ. വൈകുന്നേരമാണ്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം ഉടനീളം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇരുട്ടിനും പ്രകാശത്തിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഒരു സ്പിരിച്വൽ തീമായിട്ട് നമ്മുടെ യോഹന്നാൻ സുവിശേഷകൻ കാണിക്കുന്നതാണ് പ്രകാശവും ഇരുട്ടും. പ്രകാശത്തിനെ ദൈവമായിട്ടും ഇരുട്ടിനെ പിശാചായിട്ടൊക്കെയാണ് ഉപമിക്കുന്നത്. അപ്പോൾ ഈ ഇരുട്ടല്ലെങ്കിൽ വൈകുന്നേര സമയം, സന്ധ്യസമയം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ഏകാന്തത സംഭവിക്കുന്ന ഒരു സമയമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുർബലതകളാകാം, നമ്മൾ ഫേസ് ചെയ്യുന്ന എന്താ പറയുക ചാലഞ്ചുകളാകാം, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥകളാകാം, ഇതിനെല്ലാം എപ്പോഴും ഒരു ഡാർക്ക് തീമിലായിരിക്കും എപ്പോഴും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വൈകുന്നേരമായപ്പോൾ എന്തോ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ എന്തോ ഒരു ഐസൊലേഷൻ സംഭവിക്കാൻ പോകുന്ന സമയമാണത്. ഓക്കെ, വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. യേശു കൂടെ ഉണ്ടോ? ഇല്ല. അത് മനസ്സിലാക്കണം. യേശു മലമുകളിലാണ്. അവൻ്റെ ശിഷ്യന്മാർ എന്താണ്? കടൽക്കരയിലേക്ക് പോവാണ്. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ അവരെവിടെയായിരുന്നു? ഏകദേശം ബെത്സയിദയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമായിരുന്നു. എടുത്തു പറയുന്നില്ല, ഗലീലയുടെ മറുകര എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ നിന്ന് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് വന്ന ഒരു വള്ളത്തിൽ കയറി കഫർനാമിലേക്ക് പോവാണ്. പോകുന്ന സമയം ഏകദേശം ഇരുട്ട് തുടങ്ങിയിരുന്നു. ഓക്കെ, ഇരുട്ടി തുടങ്ങിയത്. അപ്പോൾ ഇരുട്ടിൻ്റെ സമയമായി. അവരുടെ ജീവിതത്തിലേക്ക് എന്തോ വലിയ പ്രതിസന്ധി കടന്നു വരാൻ തുടങ്ങി. പക്ഷെ അവരെന്ത് ചെയ്യാണ്? തുഴഞ്ഞുകൊണ്ട് പോവാണ്. അവർ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവരുടെ വള്ളം തുഴഞ്ഞുകൊണ്ട് അവർ പോവാണ്. യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡേഞ്ചർ സ്പോട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫിസിക്കലി യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? യേശു ഫിസിക്കലി അവരുടെ കൂടെ പ്രസൻ്റ് ആയിരുന്നില്ല. പക്ഷേ സ്പിരിച്വലി യേശു എപ്പോഴും ആരുടെ കൂടെയുണ്ട്? നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്, ശിഷ്യന്മാരുടെ കൂടെയുമുണ്ട്. പക്ഷെ അതവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അത് തുടർന്ന് നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് യേശുവിൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. നേരം ഇരുട്ടി തുടങ്ങുകയും ചെയ്തിരുന്നു. 18ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ശക്തിയേറിയ കാറ്റ് അടിച്ചിരുന്നത് കൊണ്ട് കടൽ ക്ഷോഭിച്ചു. അപ്പോൾ ശക്തിയേറിയ കാറ്റടിച്ചത് കൊണ്ടിട്ട് കടൽ എന്ത് പറ്റി? ക്ഷോഭിച്ചു. അപ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫ് ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. ഇവിടെ വലിയൊരു കാറ്റടിച്ചത് കൊണ്ടിട്ടാണ് കടൽ ക്ഷോഭിച്ചത് അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്തമായിരിക്കുന്ന ഒരവസ്ഥ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറാൻ അധികം നേരം വേണ്ട. ഓക്കെ, അപ്പോൾ ഒരു കാറ്റടിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും? അവരുടെ ജീവിതത്തിൽ വലിയൊരു ചാലഞ്ചിൽ ഇപ്പോൾ അവർ നിൽക്കുകയാണ്. വലിയൊരു ആഴമേറിയ കടലിൻ്റെ നടുക്ക് അവർ പെട്ടുപോയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെ ആ ഒരു ജീവൻ പെട്ടെന്ന്, അവരുടെ ആ ഒരു അവസ്ഥ മാറുകയാണ്. അവർ പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്, ഒരു അപകടത്തിലേക്ക് കടക്കുകയാണ്. 25-30 സ്ഥാദിയോൻ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അപ്പോൾ എന്താ പറയുന്നത്? ഏകദേശം അവർ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് അവരെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതം, നമ്മൾ പറയില്ലേ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയില്ല, അതുപോലെ അവർക്കും അത്രയും പ്രതിസന്ധികൾ അവരുടെ ആ ഒരു യാത്രാമധ്യം അവർക്ക് ഉണ്ടായിട്ട് പോലും അവരിങ്ങനെ കണ്ടിന്യൂസ് എന്താ പറയുക കര തേടി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഏകദേശം എത്ര ദൂരം കഴിഞ്ഞു? 25-30 സ്ഥാദിയോൺ. ഒരു സ്ഥാദിയോൺ എന്ന് പറയുന്നത് 185 മീറ്ററാണ്. ഓക്കെ, ഒരു സ്ഥാദിയോൺ എന്ന് പറയുന്നത് 185 മീറ്റർ, ഏകദേശം 3-4 മൈല്. ഓക്കെ, ഇത്രയും അവർ താണ്ടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. നമുക്ക് ആ സീനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാമല്ലോ. വളരെ കൂരാക്കൂരിട്ടുള്ളൊരു സമയം, വളരെ കടൽ അത്രമാത്രം ക്ഷോഭിച്ചിരിക്കുന്ന സമയം, കൊടുങ്കാറ്റടിക്കുന്ന സമയം. ഇവർ നോക്കുമ്പോൾ കാണുകയാണ് യേശു കടലിന് മീതെ കൂടി നടന്നു വരുന്നത്. ഓക്കെ, ഇവർക്കപ്പോൾ ഒരു എന്താ പറയുക ദൈവികമായിട്ടുള്ള രീതിയിൽ ഇവർക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അവർ ആ ഒരു ഹ്യൂമൻ ലോജിക്ക് വെച്ച് ചിന്തിച്ചു. പിശാചാണ് തങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് തോന്നി അവരെല്ലാവരും എന്ത് ചെയ്തു? ഭയപ്പെട്ടു. കണ്ടോ, നമ്മളെപ്പോഴും ഹ്യൂമൻ ലോജിക്കിലൂടെയാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ശിഷ്യന്മാരായാലും അവരും ഹ്യൂമൻ ലോജിക്കിലൂടെയാണ് കാര്യങ്ങൾ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്. ഓക്കെ, ആൻഡ്
ഇതിൽ നിന്ന് നമുക്ക് യേശു കടലിന് മീതെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇതെല്ലാം സൃഷ്ടിച്ച വ്യക്തിയാണ്. ആ സൃഷ്ടികളുടെയൊക്കെ മേൽ ഒരു സുപ്രീം ആയിട്ടുള്ളൊരു അധികാരം ആർക്ക് തന്നെയുണ്ട്? സൃഷ്ടാവിനുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. താൻ സൃഷ്ടിച്ചവയ്ക്ക് മീതെ പരമമായിട്ടുള്ള അധികാരം തനിക്ക് തന്നെയാണ് എന്ന് കാണിക്കുന്ന വചനഭാഗം കൂടിയാണ് യേശു കടലിന് മീതെ നടക്കുക എന്ന് പറയുന്നത്. സോ ഇത്രയും വലിയൊരു അത്ഭുതമാണ് ശിഷ്യന്മാർ അവിടെ കണ്ടത്. ശിഷ്യന്മാരോട് കണ്ട് പേടിച്ച്, കാരണം അവരൊരു മാനുഷികമായിട്ടുള്ള രീതിയിലാണ് അത് ചിന്തിച്ചത്. അത്രയും ലോജിക്കലാണ് അവരത് ചിന്തിച്ചത്. അവർ യേശു നടന്നു വരുന്നത് കണ്ടത് പിശാചാണോ എന്നോർത്ത് പേടിച്ചു പോവാണ്. 20ാമത്തെ വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ അവരോട് പറഞ്ഞു. യേശു ഇനീഷ്യേറ്റ് ചെയ്യാണ് കോൺവെർസേഷൻ. അവരൊന്നും തിരിച്ചു ചോദിക്കുന്നില്ല, കാരണം അവർ പേടിച്ച് നിൽക്കുകയാണ്. യേശു പറയാണ്, അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. നോക്കിയേ, യേശു ഡിക്ലെയർ ചെയ്യണം അവരുടെ മുമ്പിൽ ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ടുള്ള പരമമായ അധികാരമുള്ള ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ ഞാനാണ് എന്ന് യേശു അവരുടെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനാണ്. ഇത് പഴയ നിയമത്തിൽ മോശയുടെ മുമ്പിൽ ദൈവം പറഞ്ഞില്ലേ, ഞാനാണ് എന്ന് പറഞ്ഞില്ലേ. ആ ഒരു ഐഡൻറ്റിറ്റി അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടാണ് യേശുവും ഇവരോട് പറയുന്നത്, ഞാനാണ് നിങ്ങളെ രക്ഷിക്കാനായിട്ടുള്ള, ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ടുള്ള ദൈവപുത്രൻ, മനുഷ്യപുത്രൻ ഞാനാണ് എന്ന് യേശു പറയാണ്. എന്നിട്ട് യേശു കൂടെ പറയാണ്, ഭയപ്പെടേണ്ട. ഈ വിശ്വാസവും ഭയവും ഒരിക്കലും ഒരുമിച്ച് പോണ ആൾക്കാരല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ഭയം ഉണ്ടാവില്ല. നമ്മുടെ വിശ്വാസം ജെനുവിൻ ആണെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തെ മാത്രമേ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വിശ്വാസവും ഭയവും ഒരിക്കലും ഒന്നിച്ച് പോകില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് യേശു ശിഷ്യന്മാരോട് പറയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനത്തെ ഒരു സീൻ യേശുവിന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായോ? യേശു വിചാരിച്ചായിരുന്നുവെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ ഏറ്റവും സേഫായിട്ട് യേശുവിന് മറുകരയിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ യേശു അതിന് തയ്യാറായില്ല. മറിച്ച് എന്താണ്? പ്രകൃതിക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കും, ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കും. പക്ഷേ അതൊരിക്കലും ഈശോ നമ്മളെ ഒറ്റയ്ക്ക് വിട്ട് നേരിടാൻ പറയില്ല. ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ശിഷ്യന്മാർക്ക് അത് ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി ഈശോയ്ക്ക് വിടാമായിരുന്നു. പക്ഷെ അല്ല, ഈശോ അപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ നിന്ന് ഒന്നിച്ചതിനെ നേരിട്ട്. ഇത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ വരാനുള്ളതൊക്കെ സംഭവിക്കും, നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈശോ നമ്മുടെ കൂടെ അത് ഫേസ് ചെയ്യാനായിട്ടുണ്ടാവും. ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ ആരുണ്ടാവും? ഈശോ ഉണ്ടാവും. ആ ഒരു മെസ്സേജാണ് ആക്ച്വലി ഈ ഒരു സീൻ അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതം നമുക്ക് പറഞ്ഞു തന്നത്. ഈശോൻ്റെ ശക്തി വെച്ചിട്ട് ഈശോയ്ക്ക് ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റും. വേണമെങ്കിൽ ഈ ഒരു സീൻ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ആ ഒരു വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുമായിരുന്നു? ഇല്ല. ഇതൊക്കെ ശിഷ്യന്മാരുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ പാകിയ സംഭവങ്ങളായിരുന്നു. കാരണം ആദിമസഭ സ്ഥാപിക്കേണ്ട ആളുകളാണ് അല്ലേ, ക്രിസ്തുവിനെ പ്രതി സഭ സ്ഥാപിക്കേണ്ട ആൾക്കാരാണ്. ഇതിലും വലിയ പ്രതിസന്ധികൾ ഇനി നേരിടാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഉള്ളിലെ വിശ്വാസം കുറച്ചും കൂടി ദൃഢമാക്കാനായിട്ട് ഈ ഒരു അത്ഭുതം ഇടയാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈശോ ഈ അത്ഭുതത്തിൽ കൂട്ടുനിന്നത്. അതിൻ്റെ മുന്നിൽ നിന്ന് അവരോടൊപ്പം നിന്ന് ഈ അത്ഭുതം ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഫേസ് ചെയ്ത് ഇതിനെ വലിയൊരു അത്ഭുതമാക്കി മാറ്റിയത്. ഓക്കെ, ഇനി കഫർനാം എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മുടെ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം നടക്കുന്ന സ്ഥലം. ആൻഡ് ഇവിടെയാണ് കഫർനാം. ഇവിടെ നിന്നാണ് ശിഷ്യന്മാർ ഇവിടേക്ക് പോയിട്ടുള്ളത്. ഈ യാത്രാമധ്യയാണ് അവർക്ക് ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നതും അവർ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നതും. ഓക്കെ, അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. നോക്കിയേ, ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ കറക്റ്റായിട്ടത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ശിഷ്യന്മാർ ആദ്യം ഭയപ്പെട്ടുവെങ്കിലും യേശു പറഞ്ഞിട്ടാണെങ്കിൽ പോലും ശിഷ്യന്മാർ അത് യേശുവാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ യേശുവിനെ അവർ ഇൻവൈറ്റ് ചെയ്തു അവരുടെ പ്രതിസന്ധിയിലേക്ക്. ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇപ്പം ഇങ്ങനെയാണ്, നീ കടന്നു വരണം എന്നും പറഞ്ഞ് യേശുവിനെ അവരെന്ത് ചെയ്തു? ക്ഷണിച്ചു. കണ്ടോ, അവനെ വെള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചപ്പോൾ തന്നെ എന്തു പറ്റി? പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കെടുത്തു. നോക്കിയേ, നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യണം യേശുവിനെ, നമ്മുടെ ആ ഒരു പ്രതിസന്ധിയിലേക്ക് വിളിക്കാനൊന്ന് ആഗ്രഹിച്ചാൽ മതി, നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആണ്. ഓക്കെ, അതാണ് ഈ ഒരു വചനം നമുക്ക് പറഞ്ഞു തന്നെ. അവർ യേശുവിനെ മനസ്സിലാക്കിയ ആ ഒരു മൊമെൻറ്റിൽ തന്നെ, ഇത് യേശുവാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത ആ മൊമെൻറ്റിൽ തന്നെ യേശുവിനെ അവർ വള്ളത്തിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിച്ചപ്പോൾ തന്നെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. അവരുടെ പ്രതിസന്ധി മാറുകയാണ്. അവരുടെ മുന്നിലുണ്ടായിരുന്ന ആ അനുഭവങ്ങൾ, അവസ്ഥകൾ ഇതൊക്കെ ചേഞ്ച് ആവുകയാണ്. അവരുടെ ആ ഒരു ടാർഗറ്റിലേക്ക് അവരെത്തുകയാണ്, അവർ ആ മറുകരയിലേക്ക് എത്തുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്നാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം താൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ മേലുള്ള പരമാധികാരവും
യേശുവിനുണ്ട്. ഒപ്പം എന്താണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു സോണിലേക്ക് യേശു എത്തിക്കുകയും ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു തന്നെ. ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ താൻ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളുടെ മേൽ തൻ്റെ പരമമായിട്ടുള്ള അധികാരവും കാണിച്ചു. ഒപ്പം താൻ സ്നേഹിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന, തന്നെ അനുഗമിക്കുന്ന ആളുകളിൽ യേശു കാണിക്കുന്ന ഒരു പ്രത്യേക കെയർ ഇല്ലേ, അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, 22-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. അപ്പം ഇപ്പം വള്ളവും അതേപോലെ തന്നെ യേശു ശിഷ്യന്മാരും ഇപ്പോൾ എവിടെ എത്തി? കഫർനാമിലെത്തി. അപ്പം പിറ്റേ ദിവസം ഈ സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാരില്ല, അവർ ഓൾറെഡി പോകുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാർ അവിടെ ഒരു വള്ളമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആ വള്ളത്തിൽ ശിഷ്യന്മാർ മാത്രമേ കയറിയിട്ടുള്ളൂ എന്നും യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും മനസ്സിലാക്കിയിട്ട് ഇവർ അന്വേഷിച്ചിറങ്ങുകയാണ്. ഓർക്ക് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വള്ളത്തിൽ ഇപ്പോൾ ആര് പോകുന്നു? ശിഷ്യന്മാർ പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അന്വേഷിച്ച് വരാൻ വേറെ വള്ളമുണ്ടോ? ഇല്ല. പക്ഷെ അവർ അന്വേഷിച്ച് വന്നു. അതെങ്ങനെയാണെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഈ ഒരു വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. ഓക്കെ, എന്ന് വെച്ചാൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ മനസ്സിലാക്കി. ഇനി അടുത്ത വാക്യത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. അപ്പം എന്താ പറയുന്നത്? കർത്താവ് ഇത്രയും വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിയ സ്ഥലത്തേക്ക് തിബേരിയാസിൽ നിന്ന് കുറേ വള്ളങ്ങൾ വന്നു. ഇത് ഒരു ദൃക്സാക്ഷി എഴുതിയേക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ട ഒരു വ്യക്തി, യോഹന്നാൻ എഴുതിയൊരു കാര്യമാണിത്. ഇത് അത്രമാത്രം ഒരു ഹോൾമാർക്ക് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും, ഒരു ഐ വിറ്റ്നസിൻ്റെ ഹോൾമാർക്ക് അല്ലേ. അത്രമാത്രം ഇത് നേരിൽ കണ്ട ഒരു വ്യക്തി എഴുതിയേക്കുന്ന കാര്യമാണ്. യേശു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച സ്ഥലം. ഓക്കെ, അപ്പം വർദ്ധിപ്പിച്ച ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്? ആ സ്ഥലത്ത് വലിയൊരു അത്ഭുതം നടന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തിബേരിയാസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറേ വള്ളങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. നോക്കിയേ, ഇവിടെയാണ് തിബേരിയാസ്. മനസ്സിലായോ? ഈ തിബേരിയാസിൽ നിന്ന് വള്ളങ്ങൾ അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് എത്തുകയാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ഒരുപാട് വള്ളങ്ങളായില്ലേ. ഈ വള്ളങ്ങളിൽ കയറിയാണ് ജനങ്ങൾ യേശുവിനെ അന്വേഷിച്ച് കഫർനാമിലേക്ക് എത്തിയത്. മനസ്സിലായോ? 24-ാം വാക്യം. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. അപ്പം എങ്ങനെയാണ് അവരെത്തിയെന്ന് മനസ്സിലായല്ലോ. തിബേരിയാസിൽ നിന്ന് നമ്മുടെ ഈ ഗലീലയുടെ മറുകരെ ഇത്രയും വലിയൊരു അത്ഭുതം, അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം നടന്നു എന്ന് മനസ്സിലാക്കിയ ജനതകൾ തിബേരിയാസിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ അവിടെ യേശുവിനെ കണ്ടില്ല. അങ്ങനെ തിബേരിയാസിൽ നിന്ന് വന്ന വള്ളവും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും കൂടി യേശുവിനെ അന്വേഷിച്ച് കഫർനാമിലേക്ക് എത്തുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനെ അവർക്ക് കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യമായിരുന്നു. കാരണം അവർ കണ്ട വലിയ അത്ഭുതം എന്തായിരുന്നു? ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു അത്ഭുതം. അപ്പോൾ അവർ വീണ്ടും തങ്ങൾക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ തങ്ങളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ യേശു സാധിച്ചു തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ യേശുവിനെ അന്വേഷിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് കഫർനാമിലെത്തുന്നത്. ഓക്കെ, 3-ാമത്തെ ഹെഡിങ് ആണ് ജീവൻ്റെ അപ്പം. 25 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 25-ാമത്തെ വാക്യം നോക്കാം. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ആരാണെന്ന് അറിഞ്ഞിട്ടാണോ അവർ പുറകിൽ വന്നിരിക്കുന്നത്? അല്ല, അവർ യേശുവിനെ അന്വേഷിച്ച് വന്നത് അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ രാത്രി കണ്ടതാണ് യേശു മലമുകളിലേക്ക് ഒറ്റയ്ക്ക് കയറി പോകുന്നത്. അവർക്ക് അത്ഭുതമായി, എങ്ങനെയാണ് കഫർനാമിലേക്ക് എത്തിയത്? ഈ രാത്രി എങ്ങനെ നിങ്ങൾ കഫർനാമിൽ എത്തി റബ്ബി എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. യേശുവിന് കറക്റ്റായിട്ട് അവരുടെ ഹൃദയവിചാരം അറിയാം. യേശു പറയാണ്, സത്യം സത്യമായി ഞാൻ പറയാണ്, ഞാനത് ക്ലെയിം ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക, സ്ഥിരീകരിച്ച് ഞാൻ പറയുകയാണ്. എന്താണ്? നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത് അടയാളങ്ങൾ കണ്ടിട്ടല്ല, എൻ്റെ ദൈവികമായിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി കണ്ടിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആത്മീയമായിട്ടുള്ള രക്ഷ പ്രതീക്ഷിച്ചിട്ടല്ല. മറിച്ച് നിങ്ങൾ എന്തുകൊണ്ടിട്ട് എന്നെ പിന്തുടരുന്നേ, എന്നെ അന്വേഷിക്കുന്നേ? ഞാൻ
ഞാൻ നൽകിയ അപ്പം ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരായതുകൊണ്ടിട്ടാണ്. എന്നിലൂടെ നിങ്ങളുടെ ആ ഒരു ഫുഡ് ഷോർട്ടേജ് മാറിയതുകൊണ്ടിട്ടാണ്. എന്നിലൂടെ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള കുറേ രോഗശാന്തികളും അനുഭവങ്ങളും ലഭിച്ചതുകൊണ്ടിട്ടാണ്. അല്ലാതെ എൻ്റെ യഥാർത്ഥമായിട്ടുള്ള റിയാലിറ്റി അറിഞ്ഞുകൊണ്ടിട്ടല്ല, യഥാർത്ഥമായിട്ടുള്ള അടയാളങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. മറിച്ച് എന്തുകൊണ്ടിട്ടാണ്? അപ്പം ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരായതുകൊണ്ടിട്ടാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ. അടുത്തൊരു അഡ്വൈസ് കൊടുക്കുകയാണ്. അവരുടെ ഹൃദയവിചാരം 26-ാം വാക്യത്തിൽ യേശു മനസ്സിലാക്കുന്നുണ്ട്. 27-ാം വാക്യത്തിൽ യേശു അവർക്ക് എന്ത് ചെയ്യാണ്? ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. എന്തെന്നാ അഡ്വൈസ്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്താ പറയുന്നത്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ബ്രെഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ ഒരിക്കലും നമുക്ക് ഭൗതികമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുമോ? ഇല്ല. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ ഗിഫ്റ്റായിട്ട് തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി. നിത്യജീവൻ്റെ അപ്പം എന്താണ്? അത് അനശ്വരമാണ്. അതൊരിക്കലും തീർന്നു പോകില്ല, വറ്റിപ്പോകില്ല, ടെമ്പററി അല്ല, അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഭക്ഷണമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. അതിനുവേണ്ടി അധ്വാനിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലുമുറിയെ പണിയെടുക്കുക എന്നാണോ? അല്ല. എല്ലുമുറിയെ പണിയെടുത്ത് കഴിക്കുന്നത് എന്തെന്നാണ്? ഫിസിക്കലായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളൊന്ന് ഒരുക്കുക. അപ്പോൾ ദൈവം നിങ്ങൾക്ക് എന്ത് തരും? മനുഷ്യപുത്രൻ നിങ്ങൾക്ക് എന്ത് തരും? ഫ്രീ ആയിട്ടത് തരും. ഇപ്പോൾ രണ്ടപ്പത്തിൻ്റെ വ്യത്യാസങ്ങൾ ഇവിടെ കാണിക്കുന്നത്. നശ്വരമായിട്ടുള്ള അപ്പമാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചേ പറ്റുള്ളൂ. മറിച്ച് അനശ്വരമായിട്ടുള്ള അപ്പമാണെങ്കിൽ അത് എന്തപ്പമാണ്? നിത്യജീവൻ്റെ അപ്പമാണ്. അത് മനുഷ്യപുത്രൻ തരുന്ന അപ്പമാണ്, ഗിഫ്റ്റായിട്ട് തരുന്ന അപ്പമാണ്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വേർത്ത് അധ്വാനിക്കലാണോ? അല്ല. നമ്മുടെ ആത്മാവിൻ്റെ ഉണർവാണ്, അല്ലെങ്കിൽ ഹൃദയത്തിനെ ഒന്ന് ഒരുക്കലാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? മനുഷ്യപുത്രൻ്റെ മേൽ മുദ്ര സർട്ടിഫൈ ചെയ്തേക്കണേണ്. 916 ഇവനാണ് എന്ന് സർട്ടിഫൈ ചെയ്തേക്കണേണ്. അപ്പോൾ പിതാവായ ദൈവം മുദ്ര വെച്ചിരിക്കുന്നത് മനുഷ്യപുത്രൻ്റെ മേലാണ്. അതുകൊണ്ടിട്ട് തന്നെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായിട്ടുള്ള ആ അപ്പത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. 26-ാമത്തെ വാക്യത്തിൽ യേശു അവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കുന്നു. 27-ാമത്തെ വാക്യത്തിൽ യേശു അവർക്ക് ഒരു നല്ലൊരു അഡ്വൈസ് കൂടി കൊടുക്കുകയാണ്, ഉപദേശം കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് യേശു എന്താണ് പറഞ്ഞതെന്ന് മൊത്തത്തിൽ മനസ്സിലാവാണ്ട് ഇവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവർ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ദൈവഹിതം മനസ്സിലാക്കി ഇതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു ഫേവർ കിട്ടാൻ വേണ്ടിയിട്ട്, മനുഷ്യപുത്രനിലൂടെ ഈ നിത്യജീവൻ്റെ അപ്പം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവഹിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അവരിങ്ങനെ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തങ്ങൾ ചെയ്യേണ്ട ആ ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ആചാരങ്ങൾ, ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇപ്പോൾ ഈശോ കൊടുക്കും എന്ന് വിചാരിച്ച് അവരിങ്ങനെ കേൾക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക ഈ ചോദ്യം ചോദിച്ച്. ഈ ചോദ്യത്തിന് യേശു നൽകിയ മറുപടിയാണ്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുക. ഒരു ലിസ്റ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, ഒരു വലിയ ലിസ്റ്റ് ഓഫ് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ദൈവഹിതം പ്രവർത്തിക്കാനായിട്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. മനസ്സിലായോ? അപ്പോൾ 28-ാമത്തെ വാക്യത്തിൽ അവർ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ദൈവത്തിൻ്റെ ഹിതം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ യേശു അതിന് ഉത്തരം കൊടുക്കുന്നത് ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എന്താണ്? അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടെ നിന്ന് അയച്ചവനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. അവിടെ നിന്ന് അവനെയാണ് ആശ്രയിക്കേണ്ടത്, അവിടെ നിന്ന് അയച്ചവനെയാണ് ആശ്രയിക്കേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം ആരിൽ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ദൈവഹിതം അനുസരിച്ചിട്ടുള്ള പ്രവൃത്തി എന്താണ്? അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് തരുന്നത് ആരാണ്? ദൈവമാണ്. ദൈവഹിതം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടുത്തെ അയച്ചവനെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 28, 29 തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായോ? ഈ ഒരു ഭാഗം ഫുള്ള് തിയോളജിയാണ്. ഇത് നമുക്കൊരു കഥ പോലെ പഠിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ 2-3 വാക്യങ്ങൾ എടുത്തിട്ട് ഒന്ന് ക്ലബ് ചെയ്ത് പഠിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതിൽ 26, 27 ഒന്നിച്ച് പഠിക്കാം. യേശു അവരുടെ വിചാരം മനസ്സിലാക്കുന്നത് 26, അവർക്ക് നല്ലൊരു അഡ്വൈസ് കൊടുക്കുന്നത് 27.
28 അവർ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശു ഒരൊറ്റ കാര്യം ഉത്തരമായിട്ട് പറയുന്നുണ്ട്. അതാണ് 28, 29. 30 വാക്യം നമുക്ക് നോക്കാം. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക, എന്താണ് നീ പ്രവർത്തിക്കുക? യേശു അവരോട് പറഞ്ഞത് എന്ത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന 30 വാക്യമാണ്. കാരണം യേശു പറയാണ്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടിട്ടല്ല, നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടിട്ടാണ് എൻ്റെ പുറകെ വരുന്നതെന്ന് പറഞ്ഞു. ശരിയാണ്. അവർ വീണ്ടും യേശുവിനോട് ചോദിക്കുകയാണ്. ഇത്രയും വലിയൊരു അത്ഭുതം കണ്ടിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. 5000 വരുന്ന പുരുഷന്മാരുൾപ്പെടെ 10,000 പേർക്ക് യേശു ഭക്ഷണം കൊടുത്ത ആ വലിയ അത്ഭുതം കണ്ടിട്ട് യേശുവിനോട് അവർ ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് അടയാളമാണ് നീ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ആ ഒരു ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെന്ത് കണ്ടിട്ടാണ് യേശുവിൻ്റെ പിന്നാലെ വന്നത് എന്നുള്ളത് ഒറ്റൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കി തരുവാണ്. 30 വാക്യം പറയാണ്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക, എന്താണ് നീ പ്രവർത്തിക്കുക? ചെയ്ത അടയാളങ്ങളൊന്നും അവർക്ക് തൃപ്തിയായിട്ടില്ല. അത്രയും വലിയ അത്ഭുതം ചെയ്തിട്ടും വീണ്ടും അവർ അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ണിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അവർ യേശുവിൽ വിശ്വസിക്കുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് ആ കൂടിയിരിക്കുന്ന ജനതകളുടെ ഇടയിലുള്ളത്. അതാണ് 30 വാക്യം നമുക്ക് അവരുടെ യഥാർത്ഥ ഹൃദയവിചാരം നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു ചോദ്യം കൂടിയാണത്. ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക, എന്താണ് നീ പ്രവർത്തിക്കുക? അവരുടെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. 31 വാക്യത്തിൽ അവർ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. നോക്കിയേ, പണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ മോശ വഴിയായിട്ട് എന്ത് ചെയ്തു? മന്ന പൊഴിച്ചു കൊടുത്തു എന്ന് പറയാണ്. മോശയിലൂടെ എന്ത് കിട്ടി? അവർക്ക് അപ്പം കിട്ടി എന്ന് പറയാണ്. അതുപോലെ ഞങ്ങൾക്കും ഇനിയും എന്തെങ്കിലും അത്ഭുതങ്ങൾ നീ പ്രവർത്തിച്ച് ഞങ്ങളുടെ കണ്ണിലത് കാണണം, എന്നാൽ മാത്രമേ നിന്നെ ഞങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിക്കുള്ളൂ എന്ന് പറയാണ്. അതിനവർ എവിഡൻസ് ആയിട്ട് പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് പറയുന്നത് എന്താണ്? അവരുടെ പിതാക്കന്മാർ ഇതുപോലെ വളരെ ഡെസേർട്ടഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ദൈവം മന്ന കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്കും എന്തെങ്കിലും അത്ഭുതം നീ കാണിച്ച് തരണം എന്ന് വെച്ചാൽ ഇവരിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ഭൗതികമായിട്ടുള്ള ഭക്ഷണത്തിൽ തന്നെയാണ്. കാരണം അതായിരുന്നു അവരുടെ ബേസിക് നീഡ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ അധ്യായം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അന്നേക്കുള്ള ഒരു സർവൈവൽ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അതിജീവനമാണ് അവരുടെ. സുഭിക്ഷമായിട്ട് ഭക്ഷിക്കാനുള്ള സാഹചര്യമൊന്നും അവിടുത്തെ ജനതകൾക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഫുഡിൽ മാത്രമാണ്. ഓക്കെ, അതാണ് 31. അപ്പം 30ഉം 31ഉം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ക്ലബ് ചെയ്ത് പഠിക്കുക, എന്നാലേ ഇത് നമുക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റുള്ളൂ. 32 വാക്യം യേശു അവർക്ക് മറുപടി കൊടുക്കുന്നതാണ്. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. അപ്പം നിങ്ങൾ പറയുന്നുണ്ട് മോശയാണ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് മഞ്ഞ പൊഴിച്ചു കൊടുത്തതെന്ന്. സത്യമായി ഞാൻ നിങ്ങളോട് പറയാണ്, മോശയല്ല അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്താ പറയുന്നത്? മോശയല്ല തരുന്നത്, പിതാവാണ് അപ്പം തരുന്നത്. എന്ന് വെച്ചാൽ ഈ അപ്പങ്ങളുടെയൊക്കെ സോഴ്സ് എവിടെ നിന്നാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിലിരുന്ന് ആരാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ദൈവമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മോശ ഉൾപ്പെടെ വെറുമൊരു ഉപകരണം മാത്രമാണ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണ്. ആരാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്? പിതാവാണ് നമുക്ക് വേണ്ട ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അപ്പം നൽകുന്നതെന്ന് യേശു 32 വാക്യത്തിൽ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. 26, 27 ഒന്നിച്ച് പഠിക്കാം. 28, 29 ഒന്നിച്ച് പഠിക്കാം. 30, 31 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം 32 ഒന്നിച്ച് പഠിക്കാം. ഇനി അതിന് യേശു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്, ന്യായീകരണം കൊടുക്കുകയാണ്. താൻ പറഞ്ഞ ഉത്തരത്തിൻ്റെ ന്യായീകരണമാണ് 33 വാക്യം. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവ് തരുന്ന അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന്, സ്വർഗത്തിൽ നിന്നാണ് അത് വരുന്നത്. അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണ്. ആരാണത് തരുന്നത്? ദൈവം. ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അതെന്താ തരുന്നത്? ജീവൻ തരുന്ന അപ്പമാണ്. ആത്മീകവും ഭൗതികവുമായിട്ടുള്ള ജീവൻ തരുന്നതാണ് ആ അപ്പം. ആ അപ്പം എവിടെ നിന്നാണ് വന്നേ? സ്വർഗത്തിൽ നിന്ന്. ആരാണ് ആ അപ്പം തരുന്നത്? ദൈവം. ആർക്കാണ് കൊടുക്കുന്നത്? അതാണ് ഇമ്പോർട്ടൻറ്റ്. ലോകത്തിന്. സാർവത്രികമാണത്. ഇന്ന ജനതകൾക്ക് അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മാത്രമാണോ അപ്പം? അല്ലെങ്കിൽ യഹൂദന്മാർക്ക് മാത്രമാണോ അപ്പം?
വിജാതിയർക്ക് കൊടുക്കില്ലേ? അങ്ങനെയല്ല, സാർവത്രികമാണ്. ലോകത്തിന് മുഴുവൻ യൂണിവേഴ്സലാണ് ദൈവം നൽകുന്ന ജീവൻ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? സ്വർഗം. ആരാണ് നൽകുന്നത് അപ്പം? ദൈവം. ആർക്കാണ് നൽകുന്നത്? ലോകത്തിന് മുഴുവൻ. ഈ അപ്പത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കുന്നത്? ജീവൻ. 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? സ്വർഗം. ആരാണ് അപ്പം തരുന്നത്? ദൈവം. അപ്പം നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ജീവൻ. അത് ആത്മീയവുമാവാം ഭൗതികവുമാവാം. 4-മത്തത്, ആർക്കാണ് ഈ ജീവൻ നൽകുന്നത് അല്ലെങ്കിൽ അപ്പം നൽകുന്നത്? ലോകത്തിന് മുഴുവൻ. ഓക്കെ. അപ്പോൾ 32ഉം 33ഉം യേശു നൽകുന്ന മറുപടികളാണ്. 32-ാമത്തെ വാക്യത്തിൽ നൽകുന്ന മറുപടിയുടെ ന്യായീകരണമാണ് യേശു 33-ാമത്തെ വാക്യത്തിൽ തരുന്നത്. ഇത് കേട്ട് 34-ാമത്തെ വാക്യത്തിൽ അവർ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. നോക്കിയേ, ഇപ്പോഴും അവർ ആ ഭൗതികമായിട്ടുള്ള ആ ഒരു ഭക്ഷണത്തിന്മേലെ ഫോക്കസ് ചെയ്തേക്കണേ. ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണം. നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ബിക്കോസ് അവരന്ന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളത് ഒരു മാനുഷികമായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കിയാൽ അവരുടെ വലിയൊരു കാര്യമാണ്. പക്ഷേ യേശു ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 34-ൽ അവർ വീണ്ടും ചോദിക്കുകയാണ്, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഓക്കെ, യേശു പറയുന്ന ഓരോ കാര്യങ്ങളും അവർ യഥാർത്ഥമായിട്ടുള്ള രീതിയിലല്ല മനസ്സിലാക്കിയെടുക്കുന്നത്. ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് യേശു പറയുന്ന കാര്യങ്ങളിലും ഇവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളിലും ഉണ്ട്. അത് നമുക്ക് തുടക്കം മുതൽ കാണാനും പറ്റുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അപ്പോൾ യേശു അതിന് ഉത്തരം കൊടുക്കുന്നത് എന്താണ്? ഞാനാണ് ജീവൻ്റെ അപ്പം. യേശു ഡിക്ലെയർ ചെയ്യാണ്. നമ്മുടെ ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന സമയത്ത് യേശു ഡിക്ലെയർ ചെയ്തില്ലേ, ഞാനാണ് എന്ന് പറഞ്ഞില്ലേ? ആ ഒരു സ്ട്രെങ്ത്തോട് കൂടിയിട്ട് അത്രയും പവർഫുള്ളായിട്ടാണ് ഇവിടെയും യേശു പറയുന്നത്, ഞാനാണ് ജീവൻ്റെ അപ്പം. ഓക്കെ, എന്നിട്ട് യേശു പറയുന്നത് എന്താണ്? എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുന്നില്ല. എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കില്ല. എന്താ ചെയ്യേണ്ടത്? അവൻ എൻ്റെ അടുത്ത് വരണം. മനസ്സിലായോ? എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. 2, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അപ്പോൾ 2 വലിയ തിയോളജിയാണ് ഇവിടെ പറയുന്നത്. വിശക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഈ വിശപ്പും ദാഹവും എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു മനുഷ്യൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് അല്ലേ? അത് ശമിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യന് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ശമിപ്പിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആ വലിയൊരു ആഗ്രഹത്തിലാണ് യേശു ഉപമ പറയുന്നത്. എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പിരിച്വലി നമ്മളിത് മാറ്റണം. ഇവിടുത്തെ വിശപ്പ്, ഇവിടുത്തെ ദാഹം എന്താണ്? ആത്മാവിൻ്റെ ആഗ്രഹമാണ്, ആത്മാവിൻ്റെ ലക്ഷ്യമാണ്, ആത്മാവിൻ്റെ നീതിയാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സമാധാനമാണ് ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭൗതികമായിട്ടുള്ള വിശപ്പോ ഭൗതികമായിട്ടുള്ള ദാഹമോ അല്ല. രണ്ട് കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എൻ്റെ അടുക്കൽ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ ലോകത്തിൻ്റെ എല്ലാ മായങ്ങളിൽ നിന്നും മാറി, അല്ലെങ്കിൽ അകന്ന്, അല്ലെങ്കിൽ മുഖം തിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവൃത്തി വേണം അല്ലേ? മനുഷ്യരായ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് വിശപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? വിശ്വസിക്കുന്നവന്, ദൈവത്തെ അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ട്രസ്റ്റും, നമ്മുടെ എല്ലാ എന്താ പറയുക, ഫെയ്ത്തും ആരിലായിരിക്കണം? യേശു ക്രിസ്തുവിലായിരിക്കണം. നമ്മുടെ എല്ലാ ആശ്രയവും ആരിലായിരിക്കണം? യേശു ക്രിസ്തുവിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും ദാഹിക്കുകയുമില്ല. 2 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. 35-ാമത്തെ വാക്യത്തിൽ യേശു അവർക്ക് കൊടുക്കുന്ന വലിയൊരു ആൻസർ ഉണ്ട്. ഈ പറഞ്ഞ നമ്മളിപ്പോൾ പഠിച്ച ആൻസർ, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുന്നില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കുറച്ചധികം വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 36-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ യേശു ഇവിടെ എന്ത് ഉദ്ദേശിക്കണേ? നിങ്ങൾക്ക് വേണ്ട പ്രൂഫ് എല്ലാം ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട അത്ഭുതങ്ങളെല്ലാം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. എന്നെ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കാത്ത അത്രയും ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ മൂലം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുകയാണ്. ഇത് ഞാനാണെന്ന് വിശ്വസിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. എൻ്റെ യഥാർത്ഥമായ ഐഡൻറ്റിറ്റി നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾ ആത്മീയമായിട്ടുള്ള അന്ധതയിൽ കഴിയുകയാണ് എന്ന് യേശു അവരോട് പറയാണ് 36-ാമത്തെ വാക്യത്തിൽ. 37-ാമത്തെ വാക്യം നമുക്ക് നോക്കാം.
പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തു വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. വലിയൊരു പ്രോമിസാണ് യേശു നമുക്ക് നൽകുന്ന വലിയൊരു പ്രോമിസാണിത്. അപ്പോൾ നോക്കി, ഇതൊരു ചെയിൻ പോലെ പോകുന്ന പ്രോസസ്സാണ്. ദൈവം എന്താണ്, ഗോഡ് എന്ത് ചെയ്യും, ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മളെ ചൂസ് ചെയ്യും, അല്ലേ, നമ്മളെ തിരഞ്ഞെടുക്കും. ദൈവം തിരഞ്ഞെടുത്ത ജനങ്ങൾ ആരിലേക്ക് പോവും? യേശുക്രിസ്തുവിലേക്ക് പോവും. യേശുക്രിസ്തുവിൽ എത്തിയ ആരെയും യേശുക്രിസ്തു തള്ളിക്കളയില്ല, എല്ലാവരെയും യേശുക്രിസ്തു രക്ഷിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രക്ഷയുടെ ഈ ദൗത്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്. ഓർത്തിരിക്കുക, ദൈവം തിരഞ്ഞെടുക്കുന്നവരെല്ലാവരും യേശുക്രിസ്തുവിലേക്ക് എത്തും. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുന്ന എല്ലാവരും എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ആരെയും യേശുക്രിസ്തു തള്ളിക്കളയില്ല. യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഇനി അവൻ്റെ പാസ്റ്റോ അവൻ്റെ പ്രസൻറ്റോ ഒന്നും പ്രസക്തമല്ല ഇവിടെ. അവൻ എങ്ങനെ ജീവിച്ചവനായാലും അതിനൊരു പ്രസക്തിയില്ല ഇവിടെ. മനസ്സിലായോ? ഈ രക്ഷാകര പ്രവൃത്തി ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് ആരാണ്? ദൈവമാണ്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം, പിതാവ് തിരഞ്ഞെടുത്ത് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. ഉറപ്പായിട്ട് അവരെല്ലാവരും ജെനുവിനായിട്ട് എന്നെ അപ്രോച്ച് ചെയ്യും, യഥാർത്ഥമായിട്ട് എന്നെ സമീപിക്കും. അങ്ങനെ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അവനെ ഞാൻ രക്ഷിക്കും. അവൻ്റെ പാസ്റ്റോ അവൻ്റെ പ്രസൻറ്റോ ഒന്നും എനിക്ക് കാര്യമല്ല. അങ്ങനെ എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുമില്ല. ഓക്കെ, ഇനി ദൈവം തനിക്ക് തിരഞ്ഞെടുത്ത് തന്നവനെ താൻ തള്ളിക്കളയില്ല എന്ന് യേശു പറയാനായിട്ടുള്ള കാര്യം എന്താണ്? അതിനുള്ള ഉത്തരമാണ് 38-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ എവിടെ നിന്നാണ് വന്നേക്കണേ? യേശുവിൻ്റെ ഒറിജിൻ പറയാണ്, ദൈവികമായിട്ടുള്ള ഉത്ഭവം പറയാണ്. എവിടെ നിന്നാണ് താൻ വന്നിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന്. എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അപ്പോൾ യേശു തൻ്റെ ദൗത്യം പറയാണ്, തൻ്റെ സ്വർഗത്തിൽ നിന്നാണ് താൻ വന്നിരിക്കുന്നത്. താൻ അനാദി മുതലേ ഉള്ള ആളാണ്. ഒപ്പം തൻ്റെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രകൃതം വെളിപ്പെടുത്തുകയാണ്. സ്വർഗീയമാണ് തൻ്റെ പ്രകൃതം, മാനുഷികമല്ല. സ്വർഗത്തിൽ നിന്നാണ് താൻ വന്നിരിക്കുന്നത്. താൻ വന്നിരിക്കുന്നത് എന്ത് നിറവേറ്റാനാണ്? ഒരു അനുസരണമുള്ള ഒരു കുട്ടി. ഓക്കെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു അനുസരണമുള്ള കുട്ടിയായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ താൻ വന്നിരിക്കുന്നത് തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല. തൻ്റെ ജനതകൾ, അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനതകളെ തിരഞ്ഞെടുത്ത് തന്നാൽ അവരെ ആരെയും തള്ളിക്കളയാനായിട്ട് തനിക്ക് അധികാരമില്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അല്ല. ഇനി ദൈവത്തിൻ്റെ ഇഷ്ടം താൻ ഒരിക്കലും തള്ളിക്കളയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് താൻ വന്നതെന്ന് പറഞ്ഞു. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? അതാണ് 39-ാമത്തെ വാക്യം പറയുന്നത്. അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. കണ്ടോ, ദൈവം എനിക്ക് തിരഞ്ഞെടുത്ത മനുഷ്യരെ ഒരുവനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ, തള്ളിക്കളയാതെ അന്ത്യദിനത്തിൽ, അവസാന ദിനത്തിൽ അവനെ ഉയർപ്പിക്കണമെന്നതാണ്. ഉയർപ്പിക്കുന്നതിലൂടെ എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. ദൈവവുമായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ആ വ്യക്തി കടക്കും. ആ ഒരു രീതിയിലേക്ക് ഓരോ മനുഷ്യരെയും ഉയർപ്പിക്കണമെന്നതാണ് എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം. അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ഒന്നാമത്തെ ഇഷ്ടമാണ് 39-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അതെന്താണ്? ഉയർപ്പിക്കണം. ഇനി ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഇഷ്ടമാണ് നിത്യജീവൻ ഉണ്ടാകണം. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ മനുഷ്യനും എന്തുണ്ടാവണം? നിത്യജീവൻ ഉണ്ടാകണം. ഇതാണ് രണ്ടാമത്തെ ഇഷ്ടം ദൈവത്തിൻ്റെ. അതാണ് 40-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. നോക്കിയേ, എന്താ പറയുന്നത്? എൻ്റെ പിതാവിൻ്റെ രണ്ടാമത്തെ ഇഷ്ടം എന്താണ്? അവൻ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവണം. ഇതുണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടാവണം. ഒന്ന്, പുത്രനെ കാണണം. പുത്രനെ കാണുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തു ആരാണെന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് പുത്രനെ കാണുക എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്? അവനിൽ വിശ്വസിക്കുക. രക്ഷ യേശുവിൽ മാത്രം എന്ന് അവൻ വിശ്വസിക്കണം. യേശു മാത്രമാണ് ആശ്രയമെന്ന് അവൻ പ്രത്യാശിക്കണം. ഇങ്ങനെ ചെയ്താൽ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തള്ളിക്കളയാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. വലിയൊരു പ്രോമിസാണ് ഈശോ നമുക്ക് നൽകുന്ന, വലിയൊരു പ്രോമിസാണ്. മരണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നിത്യജീവൻ്റെ ആരംഭമാണ്. ഉറപ്പായിട്ടും നമുക്ക് എന്തുണ്ടെന്നാണ് ഈശോ ഗ്യാരണ്ടി പറയണേ? ഉയർപ്പുണ്ട്, നിത്യജീവൻ ഉണ്ടെന്ന് നമുക്ക് ഗ്യാരണ്ടി തരുവാണ്.
പ്രോമിസ് ചെയ്യാണ് നമ്മളോട്. അതാണ് 40ാമത്തെ വാക്യം. അപ്പോൾ 39ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഇഷ്ടമായിട്ടുള്ള എന്താണ്? ഉയർപ്പിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്? നിത്യജീവൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നിത്യജീവൻ ഉണ്ടാവണമെന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? യേശുവിനെ കാണണം, യേശുവിനെ വിശ്വസിക്കണം. ഓക്കെ, ഇനി നിത്യജീവൻ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അന്ത്യദിനത്തിൽ യേശു അവർക്ക് എന്ത് കൊടുക്കും എന്ന് പറയണേ? ഉയർപ്പ് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം. 25ാമത്തെ വാക്യം തൊട്ട് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. 25ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ അടുത്ത് വന്നവർ പറയാണ്, എങ്ങനെയാണ് നീ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് ഇത്രയും പെട്ടെന്ന്. അങ്ങനെ 26ാമത്തെ വാക്യത്തിൽ യേശു അവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ യേശുവിനെ അന്വേഷിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതെന്ന് യേശു മനസ്സിലാക്കുകയാണ്. 27ാമത്തെ വാക്യത്തിൽ യേശു അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്, അഡ്വൈസ് കൊടുക്കുകയാണ്. അതിൽ നശ്വരമായിട്ടുള്ള അപ്പത്തിനെക്കുറിച്ചും അനശ്വരമായിട്ടുള്ള അപ്പത്തിനെക്കുറിച്ചും അത് അധ്വാനിച്ച് നേടേണ്ടതിനെക്കുറിച്ചും ഒക്കെ യേശു പറയുന്നുണ്ട്. ഇനി 28, 29 ഒന്നിച്ച് പഠിക്കുക. 28ാമത്തെ വാക്യത്തിൽ അവർ ചോദിക്കുകയാണ്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു ലിസ്റ്റ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ യേശു അതിനൊരൊറ്റ ഉത്തരം കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, ഇതാണ് ദൈവഹിതം അനുസരിച്ചിട്ടുള്ള പ്രവൃത്തി എന്ന് ഉത്തരം കൊടുക്കുകയാണ്. അപ്പോൾ 28, 29 ഒന്നിച്ച് പഠിക്കുക. 30ാമത്തെ വാക്യത്തിൽ വീണ്ടും അവർ യേശുവിനോട് അടയാളങ്ങൾ ചോദിക്കുകയാണ്. അടയാളത്തിന് അവർ പഴയ നിയമത്തിലൊരു കമ്പാരിസൺ കൊടുക്കുന്നുണ്ട്, മന്നയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് 30, 31 അവരുടെ ചോദ്യങ്ങളാണ്. 32, 33 യേശുവിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, ഈ 32ലും 33ലുമാണ് ഈ അപ്പം എവിടെ നിന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്ന്. ആരാണ് തരുന്നത്? ദൈവം. എന്താണ് തരുന്നത് അപ്പത്തിലൂടെ? ജീവൻ. ആർക്കാണ് തരുന്നത്? ലോകത്തിന്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് 32, 33 വാക്യങ്ങളിൽ യേശുവിൻ്റെ മറുപടിയിലൂടെയാണ്. ഇനി വീണ്ടും 34ാമത്തെ വാക്യത്തിൽ യേശുവിനോട് അവർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള യേശുവിൻ്റെ ഉത്തരമാണ് ഇത്രയും ലെങ്തി ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ അപ്പം എപ്പോഴും തരണമേ എന്നുള്ള അവരുടെ ചോദ്യത്തിന് 34ാമത്തെ വാക്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. 35ാമത്തെ വാക്യത്തിൽ യേശു എന്താ പറയുന്നത്? ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കില്ല, ദാഹിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? വിശക്കില്ല, ദാഹിക്കില്ല, എന്നെ വിശ്വസിക്കുന്നവന് ദാഹിക്കില്ല, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കില്ല, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവരിൽ കാണാത്തൊരു കാര്യം യേശു പറയാണ്, നിങ്ങൾ എന്നെ കണ്ടിട്ടും എന്നിൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതാണ് 36ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്. 37 എന്താ പറയുന്നത്? പിതാവ് തനിക്ക് തന്നവരെല്ലാം തൻ്റെ അടുത്ത് വരും, തൻ്റെ അടുത്ത് വരുന്നവരെ ആരെയും താൻ തള്ളിപ്പറയില്ല. ഓക്കെ, ഇതാണ് യേശു 37ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 38 യേശു എന്താ പറയുന്നത്? കാരണം ഇതിന് കാരണമാണ് പറയുന്നത്. ദൈവം തരുന്ന ആളുകളെ, ദൈവം തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ തൻ്റെ അടുത്ത് വരും, അവരെ താൻ തള്ളിപ്പറയില്ല. അതിൻ്റെ കാരണമാണ് യേശു 38ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കാരണം താൻ സ്വർഗത്തിൽ നിന്ന് വന്നത് തൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, മറിച്ച് തന്നെ അയച്ചവൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഓക്കെ, അതാണ് 38ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 39ാമത്തെ വാക്യത്തിലും 40ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പറയുന്നത്. 39ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഇഷ്ടം എന്താണ്? താൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉയർപ്പിക്കണം, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം. 40ൽ എന്താ പറയുന്നത്? നിത്യജീവൻ കൊടുക്കണം അവർക്ക്. ആ നിത്യജീവൻ കൊടുക്കുന്നതിന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് എന്തെന്നാണ്? പുത്രനെ കാണണം, 2 പുത്രനിൽ വിശ്വസിക്കണം. ഈ 2 ആൾക്കാർക്കും നിത്യജീവൻ കിട്ടും. ഉറപ്പായിട്ടും അന്ത്യദിനത്തിൽ യേശു അവരെ ഉയർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് 34ാമത്തെ വാക്യത്തിൽ അവർ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. യേശുവിൻ്റെ ഉത്തരമാണ് ഈ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഇത് എന്താ പറയുക, ഭയങ്കര തിയോളജിയാണ്. ഇത് പഠിക്കണം, ഇതൊരു കഥ പോലെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിക്സ് വെച്ച് നിങ്ങൾ ഇതുപോലെ കുറച്ച് വാക്യങ്ങളൊക്കെ ക്ലബ് ചെയ്തും ടിപ്സൊക്കെ വെച്ചിട്ട് പഠിച്ചു പോവാം കേട്ടോ. ഇനി 41ാമത്തെ വാക്യം പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അപ്പോൾ യഹൂദർ അവനെതിരെ ഇങ്ങനെ വിസ്പർ ചെയ്യാൻ തുടങ്ങി, ഇവൻ എന്ത് ദൈവദൂഷണം പറയണേ, ഇവൻ നമ്മുടെ മുന്നിൽ ജനിച്ച് വളർന്ന ആളാണ്, എന്നിട്ട് പിന്നെ ഇവനെന്താ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്നും ജീവൻ്റെ അപ്പമാണെന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക, ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നത്, ദൈവദൂഷണമായിട്ട് ഇവൻ എന്താ ഈ പറയുന്നതെന്ന് ഈ യഹൂദർ പരസ്പരം പിറുപിറുക്കാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. എന്ത് കാരണത്താലാണ് പിറുപിറുത്തത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞു. അത് കേട്ടിട്ടാണ് യഹൂദർ പിറുപിറുക്കുന്നത്. 42ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇവരിങ്ങനെ ചോദിക്കാനായിട്ടുള്ള വലിയൊരു റീസൺ ഇവർക്കുണ്ട്. കാരണം ഇവരെപ്പോഴും ദൈവത്തെ ഒരു മനുഷ്യനായിട്ട് മാത്രമേ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. യേശു ഒരു മനുഷ്യപുത്രനാണെന്നുള്ള വലിയൊരു റിയാലിറ്റി മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. അതിന് കാരണമാണ്
അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായിട്ടുള്ള യേശുവല്ലേ. കാരണം യേശു ജനിച്ച് വളർന്നതൊക്കെ തങ്ങളുടെ ഇടയിലാണ്. ഇവൻ ജോസഫിൻ്റെ മകനായിട്ടുള്ള യേശുവല്ലേ. ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? നമ്മുടെ കൂടെ അവർ എന്താ പറയുക വസിച്ചതല്ലേ. നമ്മളുടെ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ നെയ്ബർ ആയിരിക്കാം ചിലപ്പോൾ യേശു എന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവൻ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ഇവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതാണ് എന്നൊക്കെ അംഗീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കാരണം അത് മനുഷ്യപുത്രനാണ്, അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യനും മുഴുവൻ ദൈവവുമാണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അവരിപ്പോഴും മാനുഷികമായിട്ടുള്ള കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കണേ. യേശുവിനെ കൊണ്ടുള്ള പരിചയമാണ് അവരെ ട്രാപ്പായിട്ട് മാറിയേക്കണേ. യേശുവിനെ അവർക്ക് നല്ല ഫെമിലിയറാണ്, യേശുവിനെ നല്ലോണം അവർക്ക് അറിയാം. യേശു തച്ചനായിട്ടുള്ള തൊഴിലാളി വർഗത്തിൽപ്പെട്ട തച്ചനായിട്ടുള്ള ജോസഫിൻ്റെ മകനാണ്. അവൻ്റെ അപ്പനെയും അമ്മയും ഒക്കെ നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? ഇതാണ് അവരുടെ പ്രശ്നം. യേശുവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പരിചയമാണ് അവരുടെ പ്രശ്നം. യേശുവിനോടുള്ള ഒരു ഫെമിലിയാരിറ്റിയാണ് അവരുടെ പ്രശ്നം. അവർക്ക് യേശു പറയുന്ന ആ ഒരു സ്വർഗീയമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒന്നും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം 41 അവർ പിറുപിറുക്കുന്നുണ്ട്, 42 അവർ പിറുപിറുക്കുന്നതിൻ്റെ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. യേശുവിനോടുള്ള പരിചയമാണ് അതിനുള്ള കാരണം. 43 വാക്യത്തിൽ യേശു അവരോട് പറയാണ്, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. കണ്ടേ, മനസ്സുകൾ വായിച്ചറിയുന്ന വ്യക്തിയാണ് അല്ലേ യേശു അവരുടെ മനസ്സ് കണ്ടറിഞ്ഞ് പറയാണ്, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. എന്നിട്ട് 44 വാക്യത്തിൽ തുടരുകയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല, അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അപ്പോൾ എന്താ പറയുന്നത്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ യേശു തുടർന്നും പറയാണ്. 40 വാക്യത്തിൽ യേശു എന്താണോ നിർത്തിയത് അത് യേശു തുടരുന്നത് ഏത് വാക്യത്തിലാണ്? പിന്നെ 44 വാക്യത്തിലാണ്. എന്താണ് 44 വാക്യത്തിൽ യേശു പറയുന്നത്? എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ, പിതാവ് തീരുമാനിച്ചാലല്ലാതെ, പിതാവിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെ ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് വരുന്ന വ്യക്തി അവൻ്റെ മാനുഷികമായിട്ടുള്ള കഴിവ് കൊണ്ടിട്ടാണോ എൻ്റെ അടുത്തേക്ക് വരുന്നത്? അല്ല. അവൻ്റെ എന്തെങ്കിലും മികവ് കൊണ്ടിട്ടാണോ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്? അല്ല. ദൈവം അവനിൽ ഇടപെടുന്നത് കൊണ്ടിട്ട്, ആത്മീയമായിട്ട് ദൈവം അവനെ വിളിക്കുന്നത് കൊണ്ടിട്ടാണ് അവൻ എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നാൽ അവൻ രക്ഷപ്പെട്ടു. കാരണം എന്താ? അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉറപ്പായിട്ട് ഉയർപ്പിക്കും. ഓക്കെ. ജെനുവിനായിട്ട് യേശു പറയുന്നത് എന്താണ്? അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. 44 വാക്യത്തിൻ്റെ തുടർച്ചയായിട്ട് യേശു പറയുന്നത് എന്താണ്? ദൈവം തിരഞ്ഞെടുക്കുന്നവരെല്ലാം, ദൈവം ആകർഷിച്ച് തിരഞ്ഞെടുക്കുന്നവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മളെടുത്ത് നോക്കിയാൽ അതിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, യേശു അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുമെന്ന്. ദൈവം അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുമെന്ന്. ഈ ദൈവം ഹൃദയങ്ങളെ ഒരുക്കും എന്ന് പറയുന്നതിന് മറ്റൊരു വേർഷനാണ് ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പറയുന്നത്. ദൈവം അവരുടെ ഹൃദയങ്ങളെ ഒരുക്കും, യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ദൈവം അവരുടെ ഹൃദയങ്ങളെ ഒരുക്കും എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. അതിന് പാരലലായിട്ട് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നതാണ് ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. എന്നുവെച്ചാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയാണ്, അവരുടെ ഹൃദയങ്ങളെ വിശാലമാക്കുകയാണ്. എന്തിന്? യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം വിളിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ദൈവം ഡയറക്റ്റ്ലി നമ്മളുടെ ഹൃദയങ്ങളെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മുടെ ഹൃദയങ്ങൾ ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. കാരണം നമ്മൾ നേരെ യേശുവിലേക്ക് ചെല്ലും, യേശു നമ്മളെ സ്വീകരിക്കും, യേശു നമ്മളെ നഷ്ടപ്പെടുത്തി കളയില്ല, തള്ളിക്കളയില്ല, ഉറപ്പായിട്ട് അന്ത്യദിനത്തിൽ നമ്മളെ ഉയർപ്പിക്കും. ഓക്കെ. ആ വലിയൊരു പ്രോമിസാണ് പറയുന്നത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്, ദൈവം അവരുടെ ഹൃദയങ്ങളെ ഉണർത്തും, അഥവാ ദൈവത്താൽ അവർ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന്. കഴിഞ്ഞില്ല, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരും. കേട്ടോ, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? പിതാവ് വഴി ഹൃദയങ്ങളെ തുറന്നവൻ, ഹൃദയങ്ങളെ ഒരുക്കിയവർ, യേശുക്രിസ്തുവിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹൃദയങ്ങളെ ഒരുക്കിയവരെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരെല്ലാവരും എന്ത് ചെയ്യും? എൻ്റെ അടുക്കൽ ഉറപ്പായിട്ടും വരും. ഇനി താൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും എന്താ പറയുക, നിങ്ങളുടെ മുന്നിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ മുന്നിലിരുത്തി ഇതൊക്കെ പഠിപ്പിച്ച് തരും എന്നല്ല. കാരണം നിങ്ങളിൽ ആരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ആകെ ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാരാണ്? യേശുവാണ്. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു അറിവ് ദൈവത്തിനെക്കുറിച്ച്, നേരിട്ടുള്ള ആ ഒരു അറിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രത്യേകമായിട്ടുള്ള അറിവ്, യുണീക്കായിട്ടുള്ളൊരു അറിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ദൈവത്തെ
കേൾക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്, കണ്ടിട്ടില്ല. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ആരും കണ്ടിട്ടില്ല, ആരും ഒഴിച്ച്, യേശുക്രിസ്തു ഒഴിച്ച്. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ദൈവത്തിൽ നിന്നുള്ളവൻ ആരാണ്? യേശുക്രിസ്തു മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. 47-ാമത്തെ വാക്യത്തിൽ പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ ലഭിക്കാനായിട്ട് എന്ത് ചെയ്താൽ മാത്രം മതി? വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുന്നവന്, ആശ്രയിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. 48-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. നോക്കേ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ വെച്ച് മഞ്ഞ കിട്ടി. മഞ്ഞ കിട്ടിയെങ്കിലും അവരെല്ലാവരും നിത്യജീവനിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. കാരണം ആ കിട്ടിയ മഞ്ഞ എന്ന് പറയുന്നത് നശ്വരമായിട്ടുള്ളൊരപ്പമാണ്, ഫിസിക്കലായിട്ടുള്ളൊരപ്പമാണ്. ടെമ്പററി ആയിട്ട് അവരുടെ വിശപ്പ് മാത്രം അകറ്റുന്ന ഒരു ഭക്ഷണമായിരുന്നു, അല്ലെങ്കിൽ അപ്പം മാത്രമായിരുന്നു. അത് കഴിച്ചവർ മരിച്ചു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന അപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ആര്? ഞാൻ. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അപ്പോൾ ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞിട്ട് ആദ്യമേ തന്നെ മഞ്ഞയുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാണ്. മഞ്ഞ കഴിച്ച പൂർവ്വപിതാക്കന്മാരെല്ലാവരും മരിച്ച്. പക്ഷെ ഞാനാകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിച്ചാൽ, ഞാനാകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്ന മനുഷ്യരാരും എന്ത് ചെയ്യില്ല? മരിക്കില്ല. അവർക്ക് നിത്യജീവനാണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. 51-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഞാനാകുന്ന അപ്പം ഭക്ഷിക്കുക എന്ന് പറയില്ല, അല്ലെങ്കിൽ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം, അത് ആര് തന്നെയാണ്? യേശുക്രിസ്തു തന്നെയാണ്. കാരണം യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഭക്ഷിക്കുന്നത്? ഈ ഭക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഭക്ഷിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അംഗീകരിക്കുക, യേശുവിനെ വിശ്വസിക്കുക. 51-ാമത്തെ വാക്യത്തിൽ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. യേശു പറഞ്ഞ കാര്യങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്ത് പറയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ, എന്നുവെച്ചാൽ ആരെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്താൽ, എന്നെ വിശ്വസിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇമ്പോർട്ടൻ്റ്. ലോകത്തിന് ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നൽകുന്ന എൻ്റെ അപ്പം എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. ഈ ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ മരണം, എൻ്റെ പീഡാസഹനം, എൻ്റെ മരണം, എൻ്റെ ഉദ്ധാനം. ഇതുവഴിയാണ് ലോകത്തിന് രക്ഷയുണ്ടാകുള്ളൂ, ലോകത്തിന് ജീവൻ ഉണ്ടാകുള്ളൂ. അതാണ് 51-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ യേശു പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ യഹൂദരുടെ ഇടയിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്, ഭയങ്കര ഷോക്ക് ഉണ്ടാവുകയാണ്. ആദ്യം പറഞ്ഞ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ്, ഞാൻ ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ പറയാണ് എൻ്റെ അപ്പം എന്ന് പറയുന്നത് ഞാൻ നൽകുന്ന എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയണു. അപ്പോൾ അവർക്ക് ആകെ കൺഫ്യൂഷനായി. യേശു എന്തേ പറയുന്നതെന്ന് ഈ യഹൂദർക്ക് ഭയങ്കര ഷോക്കായി. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ആത്മീയതയിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഭൗതികമായിട്ട് മനസ്സിലാക്കി ഒരാളുടെ ശരീരം എങ്ങനെ ഭക്ഷിക്കണേ എന്നുള്ള രീതിയിലാണ് യഹൂദർ ഇതിനെ നോക്കിക്കണ്ടത്. അപ്പോൾ അവർ തർക്കിക്കാൻ തുടങ്ങി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. അവർ തർക്കിക്കുന്നത് കണ്ട് യേശു അവർക്ക് ഉത്തരം കൊടുക്കുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും, ഈ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്ന് പറയുന്നത്, ഒന്ന്, ദൈവം മനുഷ്യപുത്രനാണ്, മനുഷ്യാവതാരം ചെയ്തതാണെന്ന് വിശ്വസിക്കുക. രണ്ട്, നമ്മുടെ പാപങ്ങൾക്കെല്ലാം വേണ്ടി യേശു തൻ്റെ ജീവിതം ത്യാഗം ചെയ്തു, കുരിശുമരണം വഹിച്ചു, അതുവഴി ഉദ്ധാനം ലഭിച്ചു, അതിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു വിശ്വാസം. ഈ വിശ്വാസമാണ് ഈ ഉദ്ദേശിക്കുന്നത് ശരീരത്തെ ഭക്ഷിക്കുക എന്ന് പറയുന്നത്. യേശുവിൻ്റെ ശരീരത്തിലൂടെ നമുക്ക് രക്ഷ നേടിത്തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. യേശു തൻ്റെ ശരീരത്തിലൂടെ നമുക്ക് മോക്ഷം നേടിത്തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, അവൻ്റെ രക്തം പാനം ചെയ്യുക. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സജീവമായിട്ടുള്ള വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ജീവനും യേശു നമുക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തവും യേശുവിൻ്റെ ആ ഒരു
ത്യാഗവും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റുപറയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, പാനം ചെയ്യുക എന്ന് പറയുന്നത്. രക്തം പാനം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ സാക്ഷ്യമായിട്ട് മാറാൻ പറ്റുക. അതാണ് അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നത്. മറിച്ച് യേശു പറയുന്നത് തൻ്റെ ശരീരം കഴിക്കൂ, തൻ്റെ രക്തം കുടിക്കൂ എന്നാണോ? അല്ല, വിശ്വസിക്കുക, വിശ്വാസത്തിന് സാക്ഷികളായി ജീവിക്കുക. ഇതാണ് യേശു നമുക്ക് ഈ വാക്യത്തിലൂടെ പറഞ്ഞു തരുന്നത്. 54-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പോൾ എന്താ യേശു പറയുന്നത്? വിശ്വസിക്കും നിങ്ങൾ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്ത് ലഭിക്കും? ഉറപ്പായിട്ട് നിത്യജീവൻ ലഭിക്കും. എന്നെ വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തെപ്പറ്റി വിശ്വസിക്കുക, എൻ്റെ ദൗത്യം, എൻ്റെ സാക്രിഫൈസ്, എൻ്റെ കുരിശുമരണം, എൻ്റെ ഉദ്ധാനം, ഞാൻ നൽകുന്ന രക്ഷ, ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസം വളരെ എന്താ പറയുക സജീവമാക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. അതിലൂടെ അവസാന ദിവസം എന്ത് പറ്റും? നിങ്ങളെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. 55-ാമത്തെ വാക്യം എന്തെന്നാൽ, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. അപ്പം നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹവും ആത്മാവിൻ്റെ വിശപ്പും അകറ്റുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നിൻ്റെ ശരീരവും ഒന്നിൻ്റെ രക്തവുമാണ്. അതുവഴി എൻ്റെ ആത്മാവിന് എന്ത് ലഭിക്കും? സമാധാനം ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, എൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. ശരീരം ഭക്ഷണവും രക്തം പാനീയമാകുന്നത് ആർക്കാണ്? ഒരു വ്യക്തിയുടെ ആത്മാവിനാണ്. അത് ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? യേശുവിൽ വിശ്വാസവും പ്രത്യാശയും വേണം. 56-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കും. ഇൻ കേസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബ്ലെൻഡിങ് കാണാൻ പറ്റും, ഒരു ആത്മീയമായിട്ടുള്ളൊരു ഒരുമ കാണാൻ പറ്റും. പിന്നെ എന്നിൽ ജീവിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു ആയിരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും ദൈവികമായിരിക്കും. എൻ്റെ ഓരോ ചിന്ത പോലും ആരുടെ ഹിതമായിരിക്കും? യേശു ക്രിസ്തുവിൻ്റെ ഹിതമായിരിക്കും. അതാ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനമായത്. ഓക്കെ, യേശുവിൽ വിശ്വാസം അർപ്പിച്ച് യേശുവിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്ന ഒരുവൻ, അല്ലെങ്കിൽ യേശുവിലുള്ള വിശ്വാസവും പ്രത്യാശയും സജീവമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരുവൻ യേശുവിലും യേശു അവനിലുമാണ് വസിക്കാൻ പോകുന്നത്. പിന്നീട് അവർ 2 അല്ല 1 ഒരു യൂണിയൻ, ഒരു സ്പിരിച്വൽ യൂണിയൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് ആ വ്യക്തി എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ഒരു കണ്ണാടി പോലെ ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. 57-ാമത്തെ വാക്യം എന്താണ്? ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. അപ്പോൾ ജീവൻ്റെ ഒരു ഉറവിടമാണ് ഈ പറയുന്നത്. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, അല്ലേ? അവന് ജീവൻ ആരെങ്കിലും കൊടുത്തതാണോ പിതാവിന്? അല്ല, സ്വമേധയാ ജീവനുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ്. തന്നിൽ തന്നെ ജീവനുണ്ട്, അല്ലേ പിതാവിന്? അപ്പോൾ ജീവിക്കുന്നവനായ പിതാവാണ് എന്നെ അയച്ചത്, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. എന്നുവെച്ചാൽ എനിക്ക് പിതാവില്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിതാവിലൂടെ മാത്രമേ പുത്രന് ഭൂമിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇനി വരാൻ പോകുന്ന ചെയിൻ എങ്ങനെയാണ്? എന്നിലൂടെയാണ്. ഞാനാണ് ഇനി ബാക്കിയുള്ള വ്യക്തികൾക്ക് ജീവൻ നൽകാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ജീവൻ്റെ ആ ഒരു ചെയിനും സോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് 58-ാമത്തെ വാക്യമാണ്. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, അതുപോലെ അല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. സ്പെഷ്യൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നേരത്തെ ഭാഗങ്ങളിൽ നമ്മളിതെല്ലാം കവർ ചെയ്തതാണ്. 58-ാമത്തെ വാക്യം ഇതാണെന്ന് പഠിക്കുക. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, അതുപോലെ അല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. 59-ാമത്തെ വാക്യം നോക്കാം. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. അപ്പോൾ കഫർനാമിലെ ഒരു സിനഗോഗുള്ള ഒരു ദേവാലയത്തിൽ വെച്ചിട്ട് ഈ ശിഷ്യന്മാരും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്താണ് യേശു ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയൊക്കെ പറയുന്നത്. പക്ഷേ ഇതെന്താ പ്രശ്നം? ഈ ശരീരം ഭക്ഷിക്കുക എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ അന്ന് വളരെ വികൃതമായിട്ടുള്ള അസാധാരണമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, അല്ലേ? ഒരു വ്യക്തിയുടെ ശരീരം ഭക്ഷിക്കുക. കാരണം ഈ മനുഷ്യന്മാരെല്ലാവരും ഇത് യേശു പറഞ്ഞ ലിറ്ററൽ മീനിങ്ങാണ് മനസ്സിലാക്കിയേക്കണം. അല്ലാതെ യേശു ആത്മീയമായിട്ടുള്ള കാര്യമാണ് പറയണതെന്നൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവരെന്താ പറയുന്നത്? ഒരു വ്യക്തിയുടെ ശരീരം
ശരീരം ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വികൃതമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ രക്തം കുടിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ് അവർക്ക്. പഴയ നിയമത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു വ്യക്തിയുടെ രക്തം കുടിക്കുക എന്ന് പറയുന്നത് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ യേശു സ്പിരിച്വൽ സെൻസിൽ പറഞ്ഞതാണെങ്കിൽ പോലും അത് കഫർനാമിൽ ഒരു ദേവാലയത്തിനകത്ത് വെച്ചിട്ടാണ് യേശു ഇതെല്ലാം അവരോട് സംസാരിക്കുന്നത്. ഓക്കെ, 4ാമത്തെ ഹെഡിങ് നമുക്ക് നോക്കാം. നിത്യജീവൻ്റെ വചസ്സുകൾ 60 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണ്. 60 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണ്. 60ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. ഇത് അപ്പോസ്തലന്മാർ മാത്രമല്ല, യേശുവിനെ പിന്തുടർന്ന് അനുഗമിച്ചു വന്ന നാനാജാതി മതസ്ഥർ അവിടെയുണ്ട് അല്ലേ, പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവിടെയുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടിയാണ് ഈ ശിഷ്യന്മാരെന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? ശ്രവിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? കാരണം നീ പറയുന്നത് അത്രമാത്രം എന്താ പറയുക, ശാസ്ത്രമാണ്, ദൈവശാസ്ത്രമാണ്. ഇത് ഹ്യൂമൻ ലോജിക്കിന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നീ പറയുന്നത്. നീ ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു മാനുഷിക ലോജിക്കിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതിൽ യഥാർത്ഥമായിട്ട് എന്താണ് ഒരു ദൈവികമായിട്ടൊരു സത്യം ഇതിലുണ്ടെങ്കിൽ പോലും ഇത് ഭയങ്കര കഠിനമാണ്. ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് ശ്രവിക്കാനായിട്ട് ആർക്ക് കഴിയുമെന്ന് യേശുവിന് അവിടെ ചുറ്റും കൂടിയുന്ന ആളുകളിൽ കുറേ പേര് യേശുവിനോട് ചോദിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അപ്പം എന്താ ചോദിക്കുന്നത്? യേശുവിനോട് അവർ പിറുപിറുത്തില്ല, യേശു അത് മനസ്സിലാക്കുകയാണ്. യേശുവിൻ്റെ മുന്നിൽ നിന്ന് യേശു കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. അവരുടെ ഉള്ളിൽ അവർ പിറുപിറുക്കുന്നു എന്ന് യേശു മനസ്സിലാക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഇത്തരം കൺഫ്യൂഷൻസും ഡൗട്ടും ഉണ്ടെന്ന് യേശു മനസ്സിലാക്കി യേശു അവരോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസത്തിന് ഇതൊരു വിലങ്ങുതടിയായി മാറിയോ? നിങ്ങളിപ്പോൾ ആർജിച്ചെടുത്ത വിശ്വാസമൊക്കെ ചോർന്നു പോയോ എന്ന് യേശു അവരോട് ചോദിക്കുകയാണ്. 62ാമത്തെ വാക്യത്തിൽ യേശു പറയാണ്, അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ഇതിലും വലിയൊരു ദൈവിക സത്യം ഭാവിയിൽ നടക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷം ഉയർത്തെഴുന്നേൽക്കും, ഉടലോടുകൂടി യേശു സ്വർഗത്തിലേക്ക് പോകും. അതാണ് അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക്, ആദ്യം ആയിരുന്ന സ്ഥലം ഏതാണ്? സ്വർഗം. ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? അത് നിങ്ങൾ വിശ്വസിക്കോ? അത് നാട്ടുനടപ്പാണോ? അതുവരെ നടന്നിട്ടുണ്ടോ ആ കാര്യം? ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഇത്രയും വലിയൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് യേശു അവരോട് ചോദിക്കുകയാണ്. 63ാമത്തെ വാക്യത്തിൽ പറയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വലിയൊരു കാര്യം പറയാണ്. യേശു പറയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് നിത്യജീവൻ നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് ആത്മീയമായിട്ടുള്ള പുതുജീവൻ നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് ദൈവം പഠിപ്പിക്കുന്ന, യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള കൃപ നമ്മൾക്ക് തരുന്നത്. ശരീരത്തിനെ കൊണ്ട് ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ശരീരത്തിനെ കൊണ്ട് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആത്മീയമായിട്ടുള്ള വല്ല കാര്യങ്ങൾ ശരീരത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? ആത്മാവാണ്. അതാണ് പറയുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, നിത്യജീവൻ നൽകുന്നത്. ശരീരത്തിനെ കൊണ്ട് ആത്മാവിന് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആത്മീയമായിട്ടുള്ള ഒരു കാര്യങ്ങളും ശരീരത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നിട്ട് യേശു എന്താ പറയുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനും നിറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. എന്നാൽ എൻ്റെ മുന്നിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ വിശ്വാസമില്ലാത്ത ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. രണ്ടാൾക്കാരെ യേശു ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. തന്നിൽ വിശ്വാസമില്ലാതെ തൻ്റെ മുന്നിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, രണ്ട് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആളുണ്ട്. ഇതെല്ലാം യേശു മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ രണ്ട് വിഭാഗക്കാരും വരാനുള്ള കാര്യം എന്താണ്? അതാണ് 65ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം ഈ കൂട്ടത്തിൽ വിശ്വാസമില്ലാതെ ഇരിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണ്? അവന് ദൈവം വിളിച്ചിട്ടില്ല, അവനെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, അവന് ദൈവത്തിൽ നിന്ന് വരം ലഭിച്ചിട്ടില്ല.
വരം ലഭിച്ചവർക്ക് മാത്രമേ എന്നിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. വരം ലഭിച്ചവർക്ക് മാത്രമേ എന്നെ പിന്തുടരാൻ പറ്റുള്ളൂ, എൻ്റെ അടുത്ത് വരാൻ പറ്റുള്ളൂ. അവനെ മാത്രമേ എനിക്ക് ചേർത്ത് നിർത്താൻ പറ്റുള്ളൂ. അല്ലാത്ത ആർക്കും എൻ്റെ അടുത്ത് വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 64-ാമത്തെ വാക്യത്തിൽ യേശു 2 കൂട്ടരെക്കുറിച്ച് പറയുന്നുണ്ട്. തന്നിൽ വിശ്വാസമില്ലാത്തവരെക്കുറിച്ചും പറയുന്നുണ്ട്, 2 തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് യേശു 65-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കാരണം അവരെ യഥാർത്ഥത്തിൽ പിതാവിന് തിരഞ്ഞെടുത്തതല്ല, പിതാവിൽ നിന്ന് വരം ലഭിച്ചവരല്ല. പിതാവിൽ നിന്ന് വരം ലഭിച്ചവരെല്ലാവരും എൻ്റെ അടുക്കൽ തന്നെയുണ്ട്, എന്നിൽ വിശ്വാസം അർപ്പിച്ച് എൻ്റെ മുന്നിലുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഉറപ്പായിട്ടും ചേർത്ത് നിർത്തും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ യേശു പ്രവർത്തിച്ച കുറേ അത്ഭുതങ്ങൾ കണ്ടവരാണ്, യേശുവിൻ്റെ കയ്യിൽ നിന്ന് രോഗശാന്തികൾ ലഭിച്ചവരാണ്, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ, സ്പിരിച്വൽ റിയാലിറ്റീസ് ഒക്കെ കേട്ടവരാണ്. എന്നിട്ടും വിശ്വാസമില്ലാത്ത ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു? യേശുവിനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതാണ് 66-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കാരണം അവരാരും ദൈവം തിരഞ്ഞെടുത്തതല്ല, ദൈവത്തിൻ്റെ കൃപ അവരിൽ ഉണ്ടായില്ല. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അപ്പോസ്തലന്മാരല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, യേശുവിനെ അനുഗമിച്ച് വന്നവരെയാണ് ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത് കേട്ടോ. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. ഓക്കെ, കുറേ പേര് യേശുവിനെ എന്ത് ചെയ്തു? വിട്ടകന്ന് പോയിട്ടുണ്ട്. യേശു ഇത്രയും റിയാലിറ്റീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. 67-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? നോക്കിയേ, ഇത്രയും അധികം ജനക്കൂട്ടം യേശുവിനെ വിട്ടുപോയപ്പോൾ, യേശു ഇത്രയും വലിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ വലിയൊരു ജനക്കൂട്ടം യേശുവിനെ വിട്ടുപോയപ്പോൾ യേശു എന്ത് ചെയ്തു? തൻ്റെ ശിഷ്യന്മാരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തൻ്റെ വളരെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണല്ലേ 12 അപ്പോസ്തലന്മാർ, അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യേശു അവർക്കൊരു ചോയ്സ് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്നെ പിന്തുടരണമോ അല്ലെങ്കിൽ എന്നെ വിട്ടു പോകണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ നിങ്ങളുടെ മോട്ടീവ് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് നിങ്ങൾ എന്നോട് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്തു, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അതിന് ഉത്തരം പറയുന്നത് നമ്മുടെ തിടുക്കക്കാരനായിട്ടുള്ള ശിമയോനാണ്. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ യഥാർത്ഥത്തിൽ യേശു ആരാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയൊരു രംഗമാണിത്. എന്താ പറയുന്നത്? കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഇനി ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? കാരണം നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, നിൻ്റെ ദൗത്യം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നിത്യജീവൻ ലഭിക്കാൻ വേണ്ട എല്ലാ വാക്കുകളും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും ആരുടെ പക്കലുണ്ട്? നിൻ്റെ പക്കലുണ്ട്. ആ നിന്നെ വിട്ട് ഞങ്ങൾ പിന്നെ ആരുടെ അടുത്തേക്ക് പോകും എന്നാണ് ആര് ചോദിക്കുന്നത്? ശിമയോൻ പത്രോസ് ചോദിക്കുന്നത്. 39-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാണ് ശിമയോൻ പത്രോസ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. എന്താ പറയുന്നത്? പത്രോസ് ഡിക്ലെയർ ചെയ്യാണ് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ദൈവികത, സ്വർഗീയത ഡിക്ലെയർ ചെയ്യാണ്, കോൺഫിഡൻ്റ് ആയിട്ട് സ്ഥിരീകരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു മെച്ചുവേർഡായിട്ടുള്ളൊരു വിശ്വാസം നമുക്ക് പത്രോസിൽ കാണാനായിട്ട് സാധിക്കും. ഒരു പക്വതയാർജിച്ച വിശ്വാസം. നോക്കി എന്താ പറയുന്നത്? നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഒരു പക്വമാർന്ന വിശ്വാസമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവൻ്റെ എന്താ പറയുക, യേശു പഠിപ്പിച്ച കാര്യങ്ങളും യേശു ചെയ്ത അത്ഭുതങ്ങളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പത്രോസിന് വലിയൊരു വിശ്വാസത്തിൻ്റെ അടിത്തറ ലഭിക്കുകയാണ്. പത്രോസ് പറയാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നീ പ്രവർത്തിച്ച അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും നീ പഠിപ്പിച്ചു തന്ന ദൈവവചസ്സുകളിലൂടെയും ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഒരു പക്വതയാർന്നൊരു വിശ്വാസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. 70-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശു അവരോട് പറഞ്ഞു, 12 പേരോടുമായിട്ട് യേശു ഉത്തരം പറയാണ്. പത്രോസിനോട് മാത്രമായിട്ടല്ല, 12 പേരോടായിട്ട് യേശു ഉത്തരം പറയാണ്. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? ഞാൻ നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? യൂദാസ് കറിയോത്തനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? യഥാർത്ഥത്തിൽ യൂദാസ് പിശാചാണെന്നാണോ പറയണേ? അല്ല, യൂദാസിൻ്റെ പ്രവൃത്തികൾ സാത്താൻ്റെ പ്രവൃത്തികളാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 12 പേരിൽ ഒരുവനായിട്ട് യേശു യൂദാസിനെ തിരഞ്ഞെടുത്തത്. എന്തിനാണ്? കാരണം അത് നടക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു രംഗം വന്നാൽ മാത്രമേ യഹൂദന്മാർക്ക്, ജനപ്രമാണികൾക്ക്, പുരോഹിത പ്രമുഖന്മാർക്ക് യേശുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യേശു മനഃപൂർവ്വം യേശുവിൻ്റെ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലാനിൽ യേശു തിരഞ്ഞെടുത്തതാണ്. അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തതാണ്. ആരെ? സാത്താൻ്റെ സ്വഭാവം കാണിക്കാൻ പോകുന്ന യൂദാസ് കറിയോത്താനെ. ഓക്കെ, അതാണ് യേശു പറയുന്നത്. എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ഇനി ആരാണ് അവൻ എന്ന് വ്യക്തമാക്കുന്നതാണ്
71 വാക്യത്തിൽ ഇത് യേശു പറയുന്ന വാക്യമല്ല, യോഹന്നാൻ സുവിശേഷകൻ കൂട്ടിച്ചേർക്കുന്ന വാക്യമാണ്. എന്താണ് ആ വാക്യം? അവൻ ഇത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തായുടെ മകനായിട്ടുള്ള യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. അപ്പോൾ ഇത് യേശു പറഞ്ഞതല്ല കേട്ടോ, യേശു പേര് വ്യക്തമായിട്ട് പറയുന്നില്ല. 71 വാക്യം യോഹന്നാൻ സുവിശേഷകൻ കൂട്ടിച്ചേർക്കുന്നതാണ്. അവൻ ഇത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തായുടെ മകനായിട്ടുള്ള യൂദാസിനെ കുറിച്ചിട്ടാണ്. യൂദാസിൻ്റെ അപ്പൻ്റെ പേരെന്താണ്? ശിമയോൻ. യൂദാസ് കറിയോത്താനാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ 6ാമത്തെ വാക്യം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പ്രത്യേകിച്ച് ജീവൻ്റെ അപ്പം ഇത്തിരി കൺഫ്യൂസിങ് ആണ്. ആ ഒരു സബ് ഹെഡിങ് അത്യാവശ്യം വലുതുമാണ്. ഒരു 1-2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് തന്നെ നോക്കുക, എന്നാൽ മാത്രമേ തലയിൽ കയറുള്ളൂ. കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.